ദൈവത്തിൻ്റെ തന്നെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്തൃകൃപയിൽ ആശ്രയിച്ച് യോഹന്നാൻ സുവിശേഷം എന്ന പുസ്തകത്തിൻ്റെ 43-ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവചന പഠനം നടത്തുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് രാത്രിയിൽ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാണ് തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം ചിന്തിച്ച് വചന പഠനത്തിലേക്ക് പ്രവേശിക്കുന്നത്. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞു. ബേഥാന്യ യെരൂശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. ഇവിടെ കർത്താവ് പറയുന്ന കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി യഹൂദ അക്കരെയുള്ള ബേഥാന്യയിൽ നിന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരുമായി യെരൂശലേമിനരികെയുള്ള ഒലിവുമലയുടെ താഴ്വാരത്തുള്ള ലാസറിൻ്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന മാർത്തയുടെയും മറിയുടെയും ഭവനമായിരുന്ന ബേഥാന്യയിലേക്ക് എത്തിച്ചേർന്ന് അതിനെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. എവിടെയാണ് യേശു എത്തിയത്? ലാസറിന്റെ വീട്ടിലോട്ട് യേശു പോയില്ല. അതായത് മരിച്ച വീട്ടിലോട്ടല്ല യേശു പോയത്. യേശു പറഞ്ഞത് നാം അവൻ്റെ അടുക്കൽ പോകാം. യേശു പറഞ്ഞില്ല നമുക്ക് മറിയുടെ അടുത്ത് പോകാം, മാർത്തയുടെ അടുക്കൽ പോകാമെന്ന് പറഞ്ഞില്ല. നമുക്കവരെ ആശ്വസിപ്പിക്കാനായിട്ട് അവിടെ പോകാമെന്നല്ല യേശു പറഞ്ഞത്. അങ്ങനെയല്ലേ അതിനു മുമ്പ് വായിച്ചത്? അങ്ങനെയല്ലേ? ഞാൻ അവനെ ഉണർത്തുവാൻ പോകുന്നു, നാം അവൻ്റെ അടുക്കൽ പോകാമെന്ന് പറഞ്ഞത്. യഹൂദിലേക്ക് പോകാം എന്ന് പറഞ്ഞു. ശിഷ്യന്മാരോട് റബി എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് ഉറങ്ങുന്നത് പറഞ്ഞു. നിദ്ര കൊള്ളുന്നുവെങ്കിൽ ഉറക്കം എന്ന നിദ്രയെക്കുറിച്ച് ചിന്തിച്ചെന്നാൽ യേശു പറഞ്ഞു, ദാസൻ മരിച്ചുപോയി, ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് വിചാരിച്ച് സന്തോഷിക്കുന്നു, നിങ്ങൾ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ, എന്നാൽ നാം അവൻ്റെ അടുക്കൽ പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ഈ ഗലീല നിന്ന് ദൈവപ്രവൃത്തി ശുശ്രൂഷകൾ ആരംഭിച്ച് തൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ എവിടെയാണോ കർത്താവ് ശുശ്രൂഷ ആരംഭിച്ച് സ്നാനപ്പെട്ടത് അവിടെയാണ് കർത്താവ്. ആ സ്ഥലത്തായിരുന്നു, യോർദാൻ അക്കരെയുള്ള ബേഥാന്യയിലായിരുന്നു യേശു ആയിരുന്നത്. തൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവിടുന്ന് കർത്താവ് വീണ്ടും യെരൂശലേമിന് അരികെയുള്ള ബേഥാന്യയിലേക്ക് വന്നപ്പോൾ ഈ സംഭവം എന്ന് പറയുമ്പോൾ യേശുവിനെ കല്ലെറിയുവാൻ വേണ്ടി യഹൂദന്മാർ അവനെ കൊല്ലുവാൻ വേണ്ടി പിടിക്കുവാൻ വേണ്ടി ശ്രമിച്ച സമയത്താണ് കർത്താവ് അവിടുന്ന് ഈ പറയുന്ന സ്ഥലത്തേക്ക് തൻ്റെ ശിഷ്യന്മാരുമായി കടന്നുപോയത്. അവിടുന്ന് കർത്താവ് മടങ്ങി വരുന്ന സന്ദർഭം വളരെയധികം പ്രതികൂലമായിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കർത്താവ് ഈ പ്രദേശത്തേക്ക് മടങ്ങി വരുന്നത്. ഇപ്പോൾ കർത്താവ് മടങ്ങി വരുന്നത് മരിച്ചുപോയി ലാസറിൻ്റെ അടുക്കലേക്കാണ് യേശു വന്നത്. ഒരിക്കലും യേശു വന്നത് മറിയുടെ അടുത്തേക്കോ മാർത്തയുടെ അടുക്കിലേക്കോ അല്ല വന്നത്. യേശു വന്നത് അവൻ്റെ അടുക്കിലേക്കാണ്. നമുക്കൊക്കെ സാധാരണ മരിച്ചുപോയൊരു വീട്ടിൽ കണ്ടു കഴിഞ്ഞില്ലെങ്കിൽ അവരെ ശവമടക്കി കഴിഞ്ഞാൽ പിന്നെ ആരും അവരുടെ അടുക്കിലേക്ക് പോകാറില്ല. അവിടെയുള്ളവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഇവിടെ വന്ന യഹൂദന്മാരും എല്ലാവരും അവിടെ ഇവർ വന്നത് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് വന്നത്. ഒരിക്കലും അല്ലാതെ മാർത്തയും മറിയും ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നത്. ലാസറിന്റെ പേര് തന്നെ അവർ വിട്ടുകളഞ്ഞു. അപ്പോൾ ലാസർ എന്ന പേരിനി എടുത്തിട്ട് കാര്യമില്ല, അതിൻ്റെ പ്രയോജനമില്ല, അത് അപ്രസക്തമായി, അത് തീർന്നുപോയി, ലോകത്തിൽ ഇനി കാണത്തില്ല എന്നുള്ള ഒരു സാധാരണ രീതിയിലുള്ള നാട്ടുനടപ്പ് നമുക്കറിയാം. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ എല്ലാം ആശയറ്റ് ലാസർ എന്ന പേര് ഉച്ചരിക്കേണ്ടാത്ത ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ കർത്താവായ യേശു പറഞ്ഞത് നാം അവൻ്റെ അടുക്കൽ പോകാം എന്ന്. നാം അവൻ്റെ അടുക്കൽ പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് യേശു ഈ മാർത്ത എതിരേറ്റ ആ സ്ഥലത്ത് തന്നെ ഇരുന്നത്, ഗ്രാമത്തിൽ പ്രവേശിക്കാതിരുന്നത്. നമ്മൾ വിചാരിക്കും മറിയ വരുന്നവരെ യേശു
അവിടെ കാത്തു നിന്നൊന്നും അല്ല എൻ്റെ അർത്ഥം. അങ്ങനെയല്ല. കർത്താവ് പറഞ്ഞാൽ, വാക്ക് പറഞ്ഞാൽ അവൻ പറയുന്ന മാറ്റത്തില്ല. അപ്പോൾ ഇവിടുന്ന് ഈ പറയുന്ന ശിഷ്യന്മാരും യേശുവായി വരുമ്പോൾ അവിടെ ലാസറിന്റെ വീട്ടിൽ അല്ലെങ്കിൽ മാർത്തയുടെ മറിയുടെ വീട്ടിലോട്ടല്ല കർത്താവ് പോകാൻ വന്നത്. അവിടെ ആ വീട്ടിൽ വന്ന് അവരെ ആശ്വസിപ്പിക്കാനല്ല യേശു വന്നത്. കർത്താവ് നാം അവൻ്റെ അടുക്കൽ പോകാം. അപ്പോൾ അവൻ്റെ അടുക്കൽ പോകണമെങ്കിൽ വീട്ടിൽ വന്ന് യേശു ഇവരെന്തേലും വിളിക്കത്തില്ല. കർത്താവ് വന്ന ആ ഗ്രാമത്തിൽ കടക്കുന്നതിന് മുമ്പ് യേശു വരുന്നു എന്നുള്ള ഒരു ശ്രുതി വേഗത്തിൽ ഈ ഭവനത്തിലേക്ക് എത്തുവാനിടയാത്തത്. വിചാരിക്കുന്നത് അവരെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന യേശുവിനെ കുറിച്ചാണ്. കാരണം ഈ വളരെ പ്രിയനായിരിക്കുന്ന, യേശുവിന് പ്രിയനായിരിക്കുന്ന ലാസർ മരിച്ചു. ലാസർ രോഗിയായപ്പോൾ അറിയിച്ചതാ. അവൻ മരണക്കിടക്കയിൽ ആയിരുന്നപ്പോൾ അവൻ അന്വേഷിച്ചത് യേശുവിനെയായിരുന്നു. അവൻ്റെ സഹോദരിമാർ അന്വേഷിച്ച യേശുവിനെയായിരുന്നു. ആ കുടുംബത്തിന്റെ ആശ്രയമായിരുന്നു യേശു. അവര് വളരെയധികം ആഗ്രഹിച്ചുകൊണ്ടിരുന്ന യേശു 4 ദിവസമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ആ ഗ്രാമം മുഴുവനും, ആ വീട് മുഴുവനും കേട്ടിട്ടുള്ള ഒരേ ഒരു നാമം യേശു എന്ന നാമം. യേശു വരും, യേശു വരും എന്നുള്ളതായിരുന്നു. അവർക്കറിയാമായിരുന്നു യേശു നിശ്ചയമായിട്ടും ഈ വീട്ടിൽ അല്ലെങ്കിൽ ദേശത്ത് വരും എന്നറിയാമായിരുന്നു. കാരണം അത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു ലാസർ. അപ്പോൾ യേശു വന്നു എന്നുള്ള ശ്രുതി വേഗത്തിൽ അവിടെ എത്തിയപ്പോൾ എന്ത് ചെയ്തു? മറിയ അവിടുന്ന് അവനെ എതിരേൽപ്പാൻ വേണ്ടി ഓടിപ്പോവുകയാണ്. 4 ദിവസമായി ബെഥാന്യ യെരൂശലേമിലേക്ക് ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. മാർത്തയും മറിയയും സഹോദരനെ കുറിച്ച് ആശ്വസിപ്പിക്കേണ്ട പല യഹൂദന്മാരും അവിടെ അടുക്കൽ വന്നിരുന്നു. യേശു വരുന്നെന്ന എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം കേട്ടോ, പേനയുണ്ടെങ്കിൽ വരച്ചേക്കണം. യേശുവിനെ എതിരേൽക്കുവാൻ വേണ്ടിയാണ് അവൾ പോകുന്നത്. മാർത്ത സാധാരണക്കാരിയ സ്ത്രീയായിരുന്നില്ല. ദൈവവചനം കേട്ട് പഠിച്ചു കഴിയുമ്പോൾ, ദൈവത്തിന്റെ കാൽപാദത്തിൽ ഇരിക്കാൻ വേണ്ടി ദൈവം പറയുമ്പോൾ ഇരുന്ന് പഠിച്ചു കഴിയുമ്പോൾ സ്വഭാവങ്ങൾക്കൊക്കെ മാറ്റം വരും. ഇവള് ഞാൻ പറഞ്ഞല്ലോ, ഈ ഭൗതിക വിഷയങ്ങൾ, മറ്റുള്ളവരെ ഉള്ള കാര്യങ്ങൾ കരുതുവാനൊക്കെ വളരെ മിടുക്കിയ, വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു, ഒരു സഹോദരിയായിരുന്നു മാർത്ത. ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ആക്റ്റീവാണ്. അവളിങ്ങനെ യേശു വരുന്നത് കണ്ടപ്പോൾ തന്നെ അവൾ വേഗത്തിൽ തന്നെ അവിടുന്ന് ഓടുകയാണ് യേശുവിനെ എതിരേൽപ്പാൻ വേണ്ടി. എന്താ, യേശുവിനെ എതിരേൽപ്പാൻ വേണ്ടി പോകേണ്ട ആവശ്യമുണ്ടോ? സാധാരണഗതിയിൽ അവിടെ യേശുവിനെ എതിരേൽക്കാൻ വേണ്ടി പോകാനുള്ള സന്ദർഭമല്ല. കാരണം പിണങ്ങി പരിഭവിച്ചിരിക്കേണ്ട ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ ഒരു സന്ദർഭമല്ലേ വാസ്തവത്തിൽ അന്നേരം ഉണ്ടായിരുന്നത്. വളരെയധികം സ്നേഹിച്ച, വളരെ കർത്താവിനോട് കൂടെ സ്നേഹിച്ച് പ്രിയം വെച്ചിരുന്ന ആ ലാസർ, യേശുവിനെ സ്നേഹിച്ചിരുന്ന അവന് പ്രിയമായിരുന്ന ലാസർ മരിച്ചിട്ട് ഒന്ന് അറിയിച്ചിട്ട് പോലും വന്നില്ലല്ലോ, മരിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്തിനാ വരുന്നത് എന്നൊരു ചോദ്യവുമായി അവിടെ അവർ ഇരുന്നില്ല. സാധാരണഗതിയിൽ അങ്ങനെയായിരുന്നു ഇരിക്കേണ്ടിയിരുന്നത്. ഈ മാർത്ത വാസ്തവത്തിൽ ചെയ്യേണ്ടത് ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ചിന്ത അനുസരിച്ചാണെങ്കിൽ, ഈ ഇത്രയും സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ മരിച്ചിട്ട് അവനെ അറിയിച്ചിട്ട് രോഗിയായിട്ട് കിടന്നിട്ട് പറഞ്ഞിട്ട് ഒന്നും കാണാത്തവനാണോ ഇപ്പോൾ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ മുഖം തിരിച്ചു നിൽക്കാമായിരുന്നു. യഹൂദിയിൽ അല്ലെങ്കിൽ യെരൂശലേമിലെ യഹൂദന്മാർ കല്ലെറിയുവാൻ ഭാവിക്കുന്ന സ്ഥലത്ത് എതിരേൽക്കുന്ന ഒരു ഭവനത്തെ ദൈവം ഒരുക്കി. അതും കഷ്ടതയുടെ തീച്ചൂളയിൽ നിൽക്കുന്ന, ആശ്വാസമറ്റവരായി നിൽക്കുന്ന, എല്ലാ പ്രതീക്ഷയും തകർന്നുകൊണ്ട് ഒന്നിനും ആശിക്കുവാൻ വകയില്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, യഹൂദന്മാർ അവനെ കല്ലെറിയുവാൻ വൈരാഗ്യത്തോടെ നിൽക്കുന്ന ആ സന്ദർഭത്തിൽ, ആ സാഹചര്യത്തിൽ, ആ ദേശത്തിൽ യേശുവിനെ എതിരേൽപ്പാൻ, യേശുവിനെ സ്വീകരിക്കുന്ന ഒരു ഭവനമാക്കി ആ ദുഃഖവിലാപ ഭവനത്തെ സ്വർഗം മാറ്റിയെടുത്തു. നമ്മുടെ കർത്താവ് എത്ര വലിയവനാ! എല്ലാ സാഹചര്യങ്ങളും അനുകൂലമല്ലാതിരിക്കുമ്പോൾ അവിടേക്കാണ് സകലത്തെയും അനുകൂലമാക്കുന്നവൻ കടന്നു വരുന്നത്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമായിട്ടൊന്നുമില്ല. യഹൂദന്മാരുടെ വെല്ലുവിളികളോ മരണത്തിന്റെ ദുഃഖമോ ഒന്നും അവിടെ പ്രതികൂലമായി നിൽക്കുകയില്ല. യേശു വരുമ്പോൾ സകലവും അനുകൂലമായി മാറ്റപ്പെടുക തന്നെ ചെയ്യും. ഈ വിലാപഭവനം, ഈ വളരെയധികം ഭാരപ്പെടുന്ന ഭവനം, കാരണം അവർക്ക് ആശ്വാസം കൈക്കൊള്ളാൻ വിധത്തിൽ
ഈ 4 ദിവസം ലാസം മരിച്ച അന്ന് മുതൽ കലങ്ങി ഇരിക്കുന്ന ആ മറിയ മാർത്ത അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ യഹൂദന്മാർ അവിടെ വന്നിരിക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ കുടുംബം ഒരിക്കലും മോശപ്പെട്ടൊരു കുടുംബമോ ഒന്നുമല്ല, കുടുംബമല്ലായിരുന്നു. അവര് ആ ദേശത്ത് അറിയപ്പെടുന്നവരും മാന്യതയുള്ളവരും എല്ലാവർക്കും ബഹുമാന്യമായിരിക്കുന്ന മാന്യതയുള്ള ഒരു കുടുംബമായിരുന്നു ഈ 3 സഹോദരങ്ങളുടെ ഭവനം. അതിൽ ഒരുവനാണ് മരിച്ചുപോയത്. യഹൂദന്മാർക്ക് വേണ്ടപ്പെട്ട ഒരു ഭവനമായിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്നാൽ അവിടെ പാർക്കണമെങ്കിൽ അവിടെ മാന്യതയുള്ള ഒരു ബഹുമാന്യതയുള്ള വീടുണ്ടെങ്കിൽ ആ വീട്ടിലാണ് പാർക്കേണ്ടത്. അങ്ങനെ കർത്താവ് അവിടെ പോയി പാർത്തിട്ടുണ്ടെങ്കിൽ, അവിടെ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ, അവിടെ തിരുവചനം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭവനം ആ ദേശത്ത് നിശ്ചയമായും മാന്യതയുള്ള ഭവനമാണ്. അതുകൊണ്ട് ആ ഭവനമായൊരു ബന്ധം യേശു വെച്ചിരുന്നത് ആ ദേശത്ത് എല്ലാവർക്കും അറിയാം. അപ്പോൾ യേശുവിനെ കുറിച്ച് പലതായിട്ടുള്ള ചിന്തകളും തെറ്റിദ്ധാരണകളും എല്ലാം ഉള്ളപ്പോഴും ഈ കുടുംബം കർത്താവിന് വേണ്ടി നിന്നു. അത് അവർക്ക് പ്രതിസന്ധി വന്നപ്പോൾ ഉടനടി യേശു വന്നില്ല എന്നതുകൊണ്ട് പരിഭവമോ കുറ്റപ്പെടുത്തലുകളോ ഒന്നുമില്ലാത്തവരായിരുന്നു. യേശുവിനോടുള്ള സ്നേഹം മാർത്തയ്ക്ക് അത്രമാത്രം ഉണ്ടായിരുന്നു. യേശു വരുന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ വീട്ടിൽ പോയി സഹോദരിയോടൊന്നും പറയാതെ വാർത്ത കേട്ടപ്പോൾ തന്നെ അവൾ യേശുവിൻ്റെ അടുക്കലേക്ക് ഓടുകയാണ് ചെയ്തത്. ഇന്ന് രാത്രിയിലും മാർത്തയുടെ സ്നേഹം എത്ര വലുതായിരുന്നു! അവളിത് കേട്ടപ്പോൾ മറ്റൊന്നും അവൾ വിചാരിച്ചില്ല. സഹോദരൻ മരിച്ചു പോയതോ ദുഃഖമോ ഒന്നും അവൾ മനസ്സിലാക്കാതെ അവളോട് വചനം പറഞ്ഞു കൊടുത്ത് പ്രത്യാശയെക്കുറിച്ച് നിത്യതയെക്കുറിച്ച് അവൾക്ക് വാക്ക് പറഞ്ഞു കൊടുത്ത യേശു വരുന്നത് പറഞ്ഞപ്പോൾ അവന്റെ മുഖം കാണാൻ വേണ്ടി മാർത്ത അവൾ ആ ദൈവ സ്നേഹത്തിൽ അവളെ കാണാൻ വേണ്ടി ഓടുകയാ. അപ്പോഴുണ്ടായിരുന്ന അവിടെ എല്ലാ അവസ്ഥകൾക്കൊരു മാറ്റം വന്ന് യേശു എന്ന പേര് കേട്ടപ്പോൾ അവൾ ഓടിച്ചെന്ന് യേശുവിനെ എതിരേൽക്കുവാൻ ഇടയായി തീർന്നു. രാത്രിയിലും യേശുവിനെ സ്നേഹിക്കുന്ന പ്രിയജനമേ, കഷ്ടതയുടെയും ഭാരത്തിന്റെയും വേദനയുടെയും മധ്യത്തിലൊക്കെ ആണെങ്കിലും നമുക്കിന്ന് രാത്രിയിൽ നമ്മുടെ യേശുവിനെ നമുക്കെതിരേൽക്കാം. മാർത്ത കാണിച്ച സ്നേഹം വലുതാണ്. അവൾ പരിഭവിച്ചു നിന്നില്ല, വിഷമിച്ചു നിന്നില്ല. അവൾ ആഗ്രഹിച്ചിരുന്നത് യേശുവിന്റെ വരവായിരുന്നു. ആ ശബ്ദം കേട്ടപ്പോൾ അവൾക്കവിടെ നിൽപ്പാൻ കഴിഞ്ഞില്ല. അവൾ ഓടി യേശുവ ഗ്രാമത്തിൽ എത്തുന്നതിന് മുമ്പായി അവിടെ ഓടിയെത്തുവാനിടയെത്തുന്നു. യേശുവിന്റെ അടുക്കിലെത്തി. എന്നിട്ട് യേശുവിന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവൾ ഒരു പരിഭവവും പറഞ്ഞില്ല. യേശുവിനോട് തുറന്ന് നോക്കാൻ സാധിക്കുന്നത് യേശു അവിടെ ഇരിക്കുക, ഗ്രാമത്തിൽ കടക്കാതെ അവിടെ ഇരിക്കുക. കർത്താവിന് ഈ 2 സഹോദരിമാരെ വീട്ടിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്ന് അവരെ ഗ്രാമത്തിൽ കടക്കുന്നതിന് മുമ്പ് അവരോട് സംസാരിച്ച് നേരെ ലാസറിന്റെ കല്ലറയ്ക്കൽ പോകണം. അതുകൊണ്ടാണ് യേശു അവിടെ ഇരുന്നത്. ചില വിചാരിക്കുന്നത് മാർത്ത വന്ന് യേശുവിനെ നമസ്കരിക്കാത്തത് കൊണ്ട് ആണ്, മാർത്ത വന്ന് വിളിച്ചുകൊണ്ടാണ് യേശു പോകാതിരുന്നതെന്നാണ് ചോദിച്ചത്. അങ്ങനെയല്ല, ഈ മറിയ കൂടി വരണം. വന്നതിന് ശേഷമായി കാര്യങ്ങളെല്ലാം അവിടെ വെച്ച് പറഞ്ഞ് പിന്നീട് പോകേണ്ടത് കല്ലറയ്ക്കിലേക്കാണ് പോകേണ്ടത്. അതുകൊണ്ടാണ് ഈ സ്നേഹമുണ്ടായിരുന്ന മാർത്ത ഓടി വന്ന് യേശുവിനെ എതിരേറ്റപ്പോൾ യേശു അവളോട് പോകാതെ, യേശുവിൻ്റെ പദ്ധതികൾ വലുതാണ്. അത് പ്ലാൻ ചെയ്യുന്നത് ദൈവിക പരിജ്ഞാനത്തോടെ ചെയ്യുന്നത്. യേശു മരിച്ച വീട്ടിലോട്ട് കയറി ചെന്ന് അവിടെ ചെന്ന് മാർത്തയും മറിയയും വിളിച്ചിറക്കിക്കൊണ്ട് കല്ലറയ്ക്കിലോട്ട് പോകാനുള്ള പദ്ധതിയല്ല കർത്താവ് ചെയ്തത്. യേശു വന്നത്, ഞാൻ പറഞ്ഞല്ലോ, മാർത്തയുടെയും മറിയുടെ അടുക്കലേക്കല്ല വന്നത്. യേശു ശിഷ്യന്മാർ പറഞ്ഞത് നാം ലാസറിന്റെ അടുക്കൽ പോകാമെന്നാണ് പറഞ്ഞത്. അതാണ് വ്യത്യസ്തതയുള്ളത്. അതുകൊണ്ട് ആണ് യേശു ആ ഗ്രാമത്തിൽ കടക്കാതെ അവിടെ തന്നെ ഇവര് വന്ന് അവരുമായിട്ട് എവിടെയാണോ അവനെ വെച്ചിരിക്കുന്നത് അവിടെ എത്തണം എന്നുള്ളത് കൊണ്ടാണ് യേശുവിനെ മാർത്ത സ്വീകരിച്ച സ്ഥലത്ത് തന്നെ കർത്താവിരുന്നു. അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് മാർത്ത യേശുവിനോട് പറയുന്നതാണ്, മറിയ വീട്ടിൽ ഇരുന്നു. മാർത്ത യേശുവിനോട് എന്ന് പറഞ്ഞാൽ യേശു വരുന്ന അത് കേട്ടപ്പോൾ മാർത്ത ഓടി വന്നു. മറിയ അവിടെ തന്നെ ഇരുന്നു. കാരണം അവൾക്ക് വളരെയധികം വേദനയും ഭാരവും എല്ലാം ഉണ്ട്. കാരണം ക്രിസ്തുവുമായി വചനം പഠിച്ചും ദൈവനെ കേട്ടുമൊക്കെ ഇരിക്കുന്നവരുടെ മധ്യത്തിൽ പലവിധമായിരിക്കുന്ന വാക്കുകൾ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വിലാപ വീട്ടിൽ പോലും വേദനിപ്പിക്കുന്നവരെത്താറുണ്ട്. നിന്റെ യേശു, നീ എന്താ പഠിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അവളവിടെ ഇരിക്കുന്നത് അവൾക്കറിയാം
യേശു അവളെ വിളിക്കുമെന്നുള്ളത്. കാരണം അവൾ അവിടെ ഇരിക്കുകയാണ്, ആ യഹൂദന്മാരുടെ ഇടയ്ക്കിൽ ഇരിക്കുക. കാരണം അവിടെ ഇരുന്നില്ലെങ്കിൽ ഇവരെല്ലാം കൂടെ ഇപ്പം മാറിയേം കൂടി ഓടുകയാണെങ്കിൽ ഇവർക്ക് അവിടെ നിന്നുള്ള എല്ലാവരും കൂടെ ഒരു ഓടിപ്പാച്ചിൽ അവിടെ ഉണ്ടാകും. അതൊന്നും ഉണ്ടാകാതെ മറിയയ്ക്ക് സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കുക, കാര്യങ്ങളെ എല്ലാം അതിൻ്റെ സമയത്ത് അത് ഭംഗിയായി ചെയ്യുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൾ എത്തും. അതിനെത്താൻ വേണ്ടി അവൾ കാത്തിരിക്കുക. അതാണ് മറിയയെ സംബന്ധിച്ച് അവിടെ നിൽക്കുന്നത്. അവൾ വീട്ടിൽ തന്നെ ഇരുന്നു. എന്നാൽ അവൾ ഇത് അറിഞ്ഞോന്ന് എനിക്കറിയത്തില്ല, യേശു എന്നുള്ള കാര്യം വീട്ടിലിരുന്ന മറിയ അറിഞ്ഞില്ല. പക്ഷേ അറിഞ്ഞോന്ന് അറിയത്തില്ല. ഏതായാലും ഇവള് ഈ മാർത്ത കേട്ടപ്പോൾ തന്നെ അവൾ ഓടി യേശുവിൻ്റെ അടുക്കൽ വന്നു. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് 4 കാര്യങ്ങളാണ് അവൾ യേശുവിനോട് പറയുന്നതിൽ 3 കാര്യങ്ങൾ യേശുവിനോട് പറഞ്ഞത് ഭൂത, വർത്തമാന, ഭാവികാല സംഭവമായിരുന്നു. മാർത്തയ്ക്ക് അറിയാവുന്നത് 3 കാര്യങ്ങളായിരുന്നു. 4 കാര്യങ്ങളാണ് യേശുവോട് പറഞ്ഞത്. അതിൽ 3 കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് ഭൂതകാലം, പാസ്റ്റ് ടെൻസ്, പ്രസൻസ്, ഫ്യൂച്ചർ. ഈ 3 കാര്യങ്ങളാണ് മാർത്ത യേശുവിനോട് സംസാരിക്കുന്നത്. ഒന്നാമത് അവൾ പറഞ്ഞതാണ്, മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇത് സംസാരിക്കാനുള്ള ചില തൻ്റെയുടെ കഴിവും ഒക്കെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ചില കെൽപ്പുള്ളത് മാർത്തയ്ക്കാണ്. മറിയയ്ക്ക് അത്രമാത്രമായിട്ട് സംസാരിക്കാനുള്ള കഴിവില്ല. അവള് കാൽക്കൽ വീണ് കരഞ്ഞു കിടക്കുകയുള്ളൂ. എന്നാൽ ഇത് അവിടെ സംസാരിക്കണം. അവൾ വന്ന് കൂടിയവരുടെ മുമ്പിൽ മാർത്ത യേശുവോട് സംസാരിക്കുന്നത്, ഒന്നാമത് പറഞ്ഞത്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം ഫ്യൂച്ചർ കഴിഞ്ഞു പോയി. അതായത് ഭൂതകാലത്തെ കുറിച്ച് പറഞ്ഞു. ആ ഭൂതകാലത്തിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. വളരെ കൃത്യമായ കാര്യമാണ് മാർത്ത പറഞ്ഞത്. ഇപ്പോൾ മാർത്ത പറഞ്ഞത്. അപ്പോൾ മാർത്തയ്ക്ക് നല്ല അറിവുണ്ടായിരുന്നു. അറിവില്ലാതെ വെറുതെ പലതിനെ ചൊല്ലി മനം കലങ്ങിയ ഒരു സ്ത്രീ ആയിരുന്നു മാർത്ത. എന്നാൽ അവളുടെ സ്വഭാവത്തെ മാറ്റിയെടുത്തത് യേശുവിൻ്റെ സന്നിധിയിൽ ഉള്ള വചന പഠനം കൊണ്ടാണ്. ക്രിസ്തു യേശു അവളുടെ സ്വഭാവത്തെ മാറ്റിയെടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവവചന കേൾവി നമ്മുടെ ആന്തരികമായിരിക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവത്തെ മാറ്റിയെടുക്കും. ഈ ഒരുപാട് കരഞ്ഞും വിലപിച്ചും ദുഃഖിച്ചും മനം കലങ്ങി വരുന്ന സ്ഥിതിയിലായിരുന്നു യേശു ആ ഭവനത്തിൽ ചെന്നപ്പോൾ മാർത്തയുടെ സ്ഥിതി. എന്നാൽ ഇപ്പോൾ മാർത്ത വളരെ പക്വതയുള്ള, അതെന്ന് പറഞ്ഞാൽ വിശ്വാസ തീക്ഷ്ണതയുള്ള, കാര്യങ്ങളെ തിരിച്ചറിയുന്ന, ഭൂത, വർത്തമാന, ഭാവി കാലത്തെക്കുറിച്ച് തിരിച്ചറിവുള്ള ഒരു വ്യക്തിയാക്കി മാറ്റി യേശുവിൻ്റെ അടുക്കലുള്ള വചന പഠനം മുഖാന്തരമായി. ദൈവവചന പഠന മുഖാന്തരം നമുക്ക് ലഭിക്കുന്നത് വലിയ കാഴ്ചപ്പാടാണ് പ്രിയപ്പെട്ടവരെ. ഇന്നലെയും ഇന്നും നാളെക്കുറിച്ചുള്ള ഓർമ്മയുണ്ട്. ലോകത്തിൻ്റെ പഠനങ്ങളും ലോകത്തിൻ്റെ ചിന്താഗതികളും എല്ലാ അറിവും ഒന്നെങ്കിൽ ഇന്നലത്തെയും ഇന്നത്തെയും കൊണ്ട് അവസാനിക്കുമ്പോൾ ഭാവിയെക്കുറിച്ചുള്ളതൊന്നും അവർക്ക് പറയാൻ കഴിയാതിരിക്കുമ്പോൾ, ഭൂമി അസ്തമിക്കുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇവിടം കൊണ്ട് തീർന്നു പോകും, അല്ലെങ്കിൽ കണ്ണടയ്ക്കുമ്പോൾ തീർന്നു പോകുന്ന അറിവും ജ്ഞാനവും മാത്രമേ ഉള്ളെങ്കിൽ യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളും ക്രിസ്തുവിൽ നിന്ന് പഠിക്കുന്നതും അത് നിത്യതയിലേക്കുള്ളതാണ്. ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ഉള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാർത്തയ്ക്കറിയാമായിരുന്നു യേശു ഇന്നലെയും ഇന്നും അനന്യന. അവളുടെ സംസാരത്തിൽ നിന്ന് അതാണ് വെളിപ്പെടുവാനിടയാക്കുന്നത്. പറഞ്ഞ കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ദുഃഖത്തിന് കാരണമില്ലായിരുന്നു. അതെ, നമുക്ക് ഇന്ന് രാത്രി പറയാം, കർത്താവേ, നീ ആ വിഷയത്തിൽ ഒന്ന് നേരത്തെ ഇടപെട്ടിരുന്നെങ്കിൽ, നീ ഒരു വാക്ക് കൽപ്പിച്ചിരുന്നെങ്കിൽ, അങ്ങ് ആ വിഷയം ആ നേരത്തെ ഒന്ന് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഞാൻ എത്ര ദുഃഖിക്കേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. അല്ലേ? നമുക്ക് യേശുവിനോട് പറയാം, കർത്താവേ, ഈ വിഷയത്തിൽ അങ്ങനെ ആ വിഷയം ഏറ്റെടുത്തിരുന്നെങ്കിൽ 2025 ഈ പ്രാരംഭ ദിവസങ്ങൾ പറയാം, കർത്താവ് 2024 അങ്ങ് ഈ വിഷയം ഒന്ന് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇത്രയും ദുഃഖിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതായിരുന്നു മാർത്ത പറഞ്ഞത്. നീ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കരയേണ്ടായിരുന്നു, ഞങ്ങൾ ദുഃഖിക്കേണ്ടായിരുന്നു, ഞങ്ങൾ ഭാരപ്പെടേണ്ടായിരുന്നു, ലാസർ മരിക്കത്തില്ലായിരുന്നു. എനിക്കറിയാം, നീ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരിക്കലും ആശ്രയമില്ലാതെ പോകത്തില്ല. നീ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആഗ്രഹിച്ചതായിരുന്നു, എങ്ങനെയെങ്കിലും ലാസർ മരിക്കുന്നതിന് മുമ്പ് വരണമെന്നായിരുന്നു. നീ എങ്ങനെയെങ്കിലും ലാസറിനെ കല്ലറയിൽ വെക്കുന്നതിന് മുമ്പ് വരണമെന്നായിരുന്നു ഒരാഗ്രഹം അതായിരുന്നു. കാരണം അതുവരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, മരിച്ചവരെ നീ ഉയർപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, രോഗക്കിടക്കിൽ കിടക്കുന്നവരെ നീ എഴുന്നേൽപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനപ്പുറമായി ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഞങ്ങൾക്കറിയത്തില്ല.
എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവർ അതുവരെ യേശുവിനെ കുറിച്ചുള്ള വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, യേശു രോഗിയെ സൗഖ്യമാക്കുമെന്നും മരിച്ചവരെ ഉയർപ്പിക്കുമെന്നും ഈ പറയുന്ന മാർത്തയ്ക്കും മറിയയ്ക്കും ഒക്കെ അറിയാമായിരുന്നു. എന്നാൽ മരിച്ച ശേഷമായി 4 ദിവസം കഴിഞ്ഞ ഒരുവനെ ഉയർപ്പിക്കുമെന്നുള്ള ഒരു 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 മഹത്വകരമായ ഒരു പ്രവൃത്തി അവർ കണ്ടിട്ടില്ലായിരുന്നു. അവർ അതുവരെ കണ്ടിട്ടില്ല. അവൻ്റെ ശിഷ്യന്മാരാകട്ടെ മറ്റാരും തന്നെ അത്രമാത്രം ശവക്കല്ലറയിൽ വെച്ചിരിക്കുന്ന ഒരുവനെ വെളിയിൽ കൊണ്ടിരുന്ന കാര്യം അതുവരെ അവരുടെ ജീവിതത്തെ അനുഭവമായിരുന്നില്ല. അപ്പോൾ അവരുടെ പ്രതീക്ഷ അതായിരുന്നു, യേശു രോഗിയായിരിക്കുന്ന ലാസറിനെ സൗഖ്യമാക്കും, അല്ലെങ്കിൽ യേശു ഇവനെ കല്ലറയിൽ വെക്കുന്നതിന് മുമ്പായി വന്ന് അവനെ ഉയർപ്പിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ലാസറിൻ്റെയും പ്രതീക്ഷ അതായിരുന്നു. അവനും വിചാരിച്ചത്, അവൻ കണ്ണ് അടയ്ക്കുമ്പോഴും അവൻ അവൻ നോക്കിക്കൊണ്ടിരുന്നത്, അവൻ്റെ കണ്ണ് പരതിക്കൊണ്ടിരുന്നത് അനേകരെ ഉയർത്തെഴുന്നേൽപ്പിച്ചുള്ള യേശു വന്നാൽ എൻ്റെ ഈ കണ്ണ് വീണ്ടും തുറക്കും, ഞാൻ അവനെ കാണുമെന്നുള്ള പ്രത്യാശയോടെയാ ഈ പ്രിയ ലാസർ കണ്ണടച്ചത്. ഞാൻ ഇന്ന് വിളിച്ചു പറയട്ടെ, ലാസർ മരിച്ചപ്പോൾ ഒരുപക്ഷെ അവസാനമായി പ്രിയനായിരിക്കുന്ന ലാസർ വിളിച്ചത് യേശുവേ എന്നായിരിക്കും. രാത്രിയിൽ എൻ്റെ നിങ്ങളുടെയും നാവിൽ നിന്ന് ഏത് സന്ദർഭത്തിൽ ഉയരേണ്ട ഒരേ ഒരു നാമമുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ജീവൻ നമ്മളെ സ്നേഹിക്കുന്ന യേശു എന്ന നാമമായിരിക്കണം. എൻ്റെ യേശുവേ എന്ന് വിളിക്കുവാൻ ഏത് സമയത്തും, അതെ കർത്താവ് വരാൻ താമസിച്ച നമ്മുടെ മരണമാണെങ്കിലും നമ്മുടെ ജീവിതമാണെങ്കിലും ഏത് സമയത്തും യേശുവെ എന്ന് വിളിക്കുക. അതല്ല, നാം രൂപാന്തരപ്പെടുകയാണെങ്കിലും യേശു എന്ന നാമം ഉച്ചരിച്ചുകൊണ്ട് വേണം നാം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെടുവാൻ. ഇവിടുന്ന് മാറ്റപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമത്തിൻ്റെ ശക്തി ഏതാണ്. യേശു എന്ന നാമം ഇവർക്ക് അത്രമാത്രം സ്നേഹമുള്ളതായിരുന്നു. അത് അവരുടെ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്നതായിരുന്നു. അവർക്ക് അറിയാമായിരുന്നു, രോഗിയായിരിക്കുന്ന ലാസറിനെ അവനെ സൗഖ്യമാക്കാം, മരിച്ചുപോയ ലാസറിനെ അവൻ ഉയർപ്പിക്കും. അതിനപ്പുറമായിട്ടുള്ളൊരു കാര്യം അറിയത്തില്ലായിരുന്നു. എന്നാൽ ആ മഹത്വം വെളിപ്പെടുത്തുവാൻ വേണ്ടി മരിച്ചുപോയി എത്ര ദിവസം കഴിഞ്ഞാലും മടക്കിക്കൊണ്ടിരുന്ന പുനരുത്ഥാനങ്ങളുടെ ദൈവമാണ് യേശു എന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പരീക്ഷണശാലയായിരുന്നു ലാസറിന്റെ വീട്. ബേത്യാനിയിലുള്ള ലാസറിന്റെയും മാർത്തയുടെയും മറിയുടെയും വീട് യേശുവിൻ്റെ ഒരു പരീക്ഷണശാലയായിരുന്നു. അത് അവിടെ അവൻ വെളിപ്പെടുത്തേണ്ടിയിരുന്നത് മരണത്തിനപ്പുറമായി കടന്നുപോയി ഈ മണ്ണിനോട് ചേരുന്ന അഴുകിപ്പോയ ഒരുത്തിനെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയും. അവന്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടെന്ന് വെളിപ്പെടുത്തുവാൻ വേണ്ടി കർത്താവ് അവിടെ അല്പസമയം താമസിപ്പാനിടയാത്തവരുടെ കണ്ണുകളിൽ ഇത് കണ്ടിട്ടില്ല. നമുക്കറിയാം, എലീശായുടെ അസ്ഥി തൊട്ടപ്പോൾ അന്ന് മരിച്ചുപോയ ഒരുത്തൻ അസ്ഥിയെ തൊട്ടപ്പോൾ കല്ലറയ്ക്കൽ ഇട്ട വ്യക്തിയാണ് തൊട്ടപ്പോഴാണ് അവിടെ ഉയർത്തെഴുന്നത്. ഒരിക്കലും അപ്പം നമ്മളിത് പഠിക്കുമ്പോൾ വിചാരിക്കും, അങ്ങനെ പുനരുത്ഥാനം നടന്നല്ലോ എന്ന് വിചാരിക്കും. അത് ശ്രദ്ധിക്കണമേ. എലീശ മരിച്ചുപോയി. എലീശായുടെ അസ്ഥി അവിടെ കിടന്നപ്പോൾ അവിടെ നടക്കാൻ കൊണ്ടുവന്ന ഒരുവനെ ഇട്ടപ്പോൾ, എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മരിച്ചു കഴിഞ്ഞിട്ട് നടക്കാൻ കൊണ്ടുവന്ന ഒരുത്തനെ ഇട്ടപ്പോൾ ഏലീശായുടെ അസ്ഥിയെ മരിച്ചു പോയിരുന്ന വർഷങ്ങൾക്ക് മരിച്ചുപോയി ഏലീശായുടെ അസ്ഥിയെ തൊട്ടപ്പോൾ അവനെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അല്ലാതെ നേരെ തിരിച്ചല്ല. എന്ന് പറഞ്ഞാൽ ഏലീശായ അവൻ ചെന്ന് തൊട്ടപ്പോൾ പണ്ട് മരിച്ചു പോകാൻ എഴുന്നേൽക്കുകയല്ല ചെയ്തത്. അത് ഞാൻ പറഞ്ഞത്, അന്ന് വരെയും മരിച്ചുപോയി മൺമറഞ്ഞ ദ്രവിച്ചുപോയ അല്ലെങ്കിൽ അഴുകിപ്പോയ ഒരു വ്യക്തി ജീവൻ പ്രാപിച്ചു വെളിയിൽ വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ മഹത്തരമായ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഈ ഭവനത്തെ, യേശു സ്നേഹിച്ച ഭവനത്തെ അവിടെ വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മാർത്തയുടെ സംസാരത്തിൽ അവള് ഭൂതകാലത്തേക്ക് ഒരു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കില്ല. നമ്മളിത് പറയും, കർത്താവേ നീ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ, നീ ഇത് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഞാൻ ഇത്രമാത്രം കണ്ണുനീർ കുടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അതെ, ചില കണ്ണുനീർ വീഴുന്നത് ദൈവം തുരുത്തിയിലാക്കി വെക്കാൻ വേണ്ടിയാ. കണ്ണുനീരിൻ്റെ പുസ്തകമുണ്ട് കേട്ടോ. നിന്റെ പുസ്തകത്തിൽ യുദ്ധങ്ങളെക്കുറിച്ചുള്ള പുസ്തകമുണ്ട്, ഓർമ്മയുടെ പുസ്തകമുണ്ട്, നിത്യജീവന്റെ പുസ്തകമുണ്ട്. അതുപോലെ മറ്റൊരു പുസ്തകം കൂടിയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കാണാൻ സാധിക്കുന്നത് കണ്ണുനീരിൻ്റെ പുസ്തകം കൂടിയുണ്ട്. അതാണ് എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലില്ലയോ, അത് നിന്റെ പുസ്തകത്തിലില്ലയോ എന്ന്.
അപ്പോൾ ഒരു കണ്ണുനീരിൻ്റെ പുസ്തകമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ 2025 ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ, നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ, നമ്മുടെ കണ്ണുനീർ ആ തുരുത്തിയിലാക്കി വെക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. കണ്ണുനീരിൻ്റെ പുസ്തകമുണ്ട്. ആത്മാക്കൾക്ക് വേണ്ടി കരയുവാൻ, സഭകൾക്ക് വേണ്ടി കരയുവാൻ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി കരയുവാൻ ഈ ദിവസങ്ങളിൽ ആ കണ്ണുനീരിൻ്റെ പുസ്തകത്തിൽ ഞാൻ നിങ്ങൾ കരയുന്നത് രേഖപ്പെടുത്തി വെക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക. അപ്പോൾ ജീവന്റെ പുസ്തകമുണ്ട്, സ്മരണയുടെ പുസ്തകമുണ്ട്, അങ്ങനെ യുദ്ധങ്ങളുടെ പുസ്തകമുണ്ട്. എന്നാൽ നമുക്ക് മറ്റൊരു പുസ്തകത്തെ കാണാൻ സാധിക്കുന്നത് കണ്ണുനീരിൻ്റെ പുസ്തകം കൂടിയുണ്ട്. ആ കണ്ണുനീരിൻ്റെ പുസ്തകത്തിൽ ഇവിടെ കണ്ണുനീർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. യാക്കോബിന്റെ കണ്ണുനീർ ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നു, തുരുത്തിയിൽ ശേഖരിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഭക്തന്മാരുടെ ജീവിതത്തിന്റെ കണ്ണുനീരുകൾ അത് ശേഖരിക്കപ്പെടുന്നതാ. അത് വെറുതെ പോകുവാൻ സമ്മതിക്കത്തില്ല. അവർ നിലവിളിക്കുമ്പോൾ, കണ്ണുനീർ ഒഴുക്കുമ്പോൾ ആ കണ്ണുനീർ ശേഖരിക്കപ്പെടും. സ്വർഗം ആ കണ്ണുനീർ മുഴുവനും അത് ശേഖരിക്കുന്നുണ്ട്. ഒരു തുള്ളി കണ്ണുനീർ പോലും വെറുതെ പോകത്തില്ല, അത് മുഴുവനും ശേഖരിക്കുന്നു. അതിൻ്റെ അളവ് യേശുവിൻ്റെ അവൻ എഴുതിക്കൊണ്ടിരിക്കുന്ന കണ്ണുനീരിന്റെ പുസ്തകത്തിൽ അത് ചേർക്കപ്പെട്ടു വയ്ക്കും. എന്താണെന്നറിയാമോ? കണ്ണുനീർ തുടച്ച് പ്രതിഫലം നൽകുവാൻ വേണ്ടി. രാത്രി സന്ദേശം കേൾക്കുമ്പോൾ കരയുന്ന ജീവിതമേ, നിന്റെയും എൻ്റെ തകർച്ചയിൽ ഒഴുകിയിരിക്കുന്ന കണ്ണുനീർ അത് അവൻ കണ്ടു. അവൻ അത് മുഴുവൻ ശേഖരിച്ച് വെച്ച് അവന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കണ്ണുനീർ തുടച്ചു കളയുന്ന ഒരു ദിവസമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പദത്ത് പറയുന്നത്, അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. മാനവലോകത്തിന്റെ കണ്ണുനീർ തുടച്ചു കളയുന്നു. ഉറക്കം നിലവിളിച്ച് പ്രാണനെ വിട്ട യേശുവിന്റെ ആത്മാവാണ് ഇന്ന് രാത്രിയിൽ സംസാരിക്കുന്നത്. കരയുന്ന ജീവിതമേ, രാത്രിയിൽ അവൻ നമ്മുടെ കണ്ണുനീർ അവന്റെ തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്, അവന്റെ പുസ്തകത്തെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരമ്മ തൻ്റെ മക്കളെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിച്ച് കണ്ണീർ തുടച്ച് എന്നേക്കുമായി കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. കണ്ണുനീർ ഉള്ള അവസ്ഥകൾക്ക് മാറ്റം വരുത്തി നമ്മെ സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും സ്വസ്ഥതയിലേക്കും നമ്മെ കൊണ്ടുവരുവാൻ വേണ്ടിയാ യേശു കണ്ണുനീർ അവൻ നിലവിളിച്ച് അവന്റെ കണ്ണുനീർ ധാരധാരിയായി ഒഴുകിയത്, വേർപ്പതുള്ളികൾ അത് രക്തത്തുള്ളികളായി മാറിയത് നമ്മെ സ്വസ്ഥതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നു കഴിയുമ്പോൾ, അവന്റെ സ്നേഹം കണ്ടു കഴിയുമ്പോൾ, അവന്റെ സാന്നിധ്യം കണ്ടു കഴിയുമ്പോൾ, അവിടെ ഞാൻ പറഞ്ഞല്ലോ, കരയുന്ന കണ്ണുനീരെല്ലാം ശേഖരിച്ചു വെക്കുന്ന, അതെല്ലാം കണക്കൂട്ടി വെക്കുന്ന, അതിന്റെ അളവെടുക്കുന്ന, തുടയ്ക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ഭവനത്തിലേക്ക് എത്തിയത്. എന്താണോ ലാസറിന്റെ വീട്ടിലെ വിഷയം, എന്താണോ മാർത്തയുടെയും മറിയുടെയും ജീവിതത്തിന്റെ വിഷയം, ആ വിഷയം പരിഹരിക്കാൻ വേണ്ടി അവരുടെ കണ്ണുനീർ അവിടെ കണ്ണുനീർ തുടയ്ക്കാൻ വേണ്ടി യേശു വന്നു. അവിടെ ആശ്വസിപ്പിച്ച് കർത്താവ് കരം കൊണ്ട് അവിടെ കണ്ണുനീർ തുടച്ചിട്ട് പോയാൽ അവിടെ അത് വിടുതലായി തീരത്തില്ല. അത് തൽക്കാലത്തേക്കുള്ള ആശ്വാസമേ ആകുകയുള്ളൂ. എന്നാൽ അവർക്ക് ആ സമയത്ത് കരഞ്ഞുകൊണ്ടിരുന്ന വിഷയത്തിന്മേൽ അതിനെ പരിഹരിച്ചിട്ട് അവരെ ആ ദുഃഖഭവനത്തെ, വിലാപഭവനത്തെ സന്തോഷമാക്കി മാറ്റുന്ന ദൈവവചനത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഈ സന്ദേശം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ഇരിക്കുന്ന ഭവനത്തിൽ ദുഃഖത്തിന്റെയും വിലാപത്തിന്റെയും നിരാശയുടെയും അനുഭവത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ, ദൈവത്തിന്റെ വചനം വ്യാപരിച്ചു കഴിയുമ്പോൾ ആ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി സന്തോഷിക്കുന്ന, നൃത്തം ചെയ്യുന്ന, ആനന്ദമുടിപ്പിക്കുന്ന ദിവസങ്ങളാക്കി മാറ്റുവാൻ വേണ്ടിയ യേശുവിന്റെ സാന്നിധ്യം വരുന്നത്. യേശു താമസിക്കത്തില്ല. അവൻ വന്നു കഴിയുമ്പോൾ ആ കണ്ണുനീരിന്റെ വിഷയം പരിഹരിക്കും. ദീർഘദിവസങ്ങളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന, വിലപിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ, ഇതുവരെയും മറുപടി കിട്ടാത്ത വിഷയങ്ങളുമേൽ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ ആത്മാവിനെ ഞാൻ വിളിച്ചു പറയുക. നമ്മുടെ ദുഃഖം സന്തോഷമായി തീരുവാൻ പോകുക. നമ്മുടെ വിലാപത്തെ നമ്മുടെ രട്ടിനെ അവൻ അഴിച്ച് നമ്മുടെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുവാൻ
കഴിവുള്ള യേശു എന്ന സൃഷ്ടിതാവാം ദൈവമാണ് ഈ ലാസ് മരിച്ചുപോയ 4 ദിവസം കഴിഞ്ഞ ലാസിന്റെ അടുക്കിലേക്ക് വന്നെങ്കിൽ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ജീവിതമേ, എന്റെയും നിന്റെ പേരെടുത്തുന്ന യേശുവിന്റെ ആത്മാവ് ഞാൻ വിളിച്ചു പറയുക, നമ്മുടെ അടുക്കൽ വന്ന് സംസാരിക്കുന്നത് അതേ യേശുവാണ്. അവന് അസാധ്യമായിട്ടൊന്നുമില്ല. 4 ദിവസം കഴിഞ്ഞ് ലാസറിനെ ഉയർപ്പിച്ച യേശുവിന് എന്റെയും നിങ്ങളുടെയും പ്രതീക്ഷയറ്റ വിഷയങ്ങൾക്ക് മറുപടി നൽകുവാൻ കഴിയുമെന്ന് ആത്മാവിൽ ഞാൻ ദൂതറിയിക്കുകയാണ്. ഈ മാർത്തയ്ക്ക് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള സമയം ഓർത്തപ്പോൾ 4 ദിവസം മുമ്പായിരുന്നെങ്കിൽ കർത്താവെ കണ്ണടയ്ക്കത്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. അവൾ ഭൂതകാലത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അത് അവിടെ കൊണ്ട് തീർന്നു പോയില്ല. എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു, ഇപ്പോഴും. ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, ഭൂതവർത്തമാന വാക്കുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത് 3 വാക്കുകളാണ്. ഒന്ന്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, അതാണ് ഭൂതകാലം, കഴിഞ്ഞുപോയ കാലം, ഫാസ്റ്റ് ടെൻസ്. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. അതുകൊണ്ടാണ് വചനം വായിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വായിക്കണം. അപ്പോൾ അത് വായിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് മറിഞ്ഞിരിക്കുന്ന മർമ്മ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അത് ഫാസ്റ്റ് ടെൻസ് ആണ്, ഉണ്ടായിരുന്നുവെങ്കിൽ. എന്നിട്ട് പ്രസന്റ് ടെൻസ് പറയുകയാണ്, ഇപ്പോഴും. അതിന്റെ 22ാമത്തെ വാക്യം ഇപ്പോഴും. 21ാമത്തെ വാക്യം ഭൂതകാലമായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ. രാത്രിയിൽ അങ്ങനെ പറയാൻ ഉള്ള വിഷയങ്ങളുണ്ടല്ലോ, എന്ന് പറഞ്ഞാട്ടെ. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, ഈ 2024 ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കടം മാറിയേനെ. നീ ഒന്ന് വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ രോഗം മാറിയേനെ. നീ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ മക്കൾക്ക് തലമുറ ഉണ്ടായേനെ. അതെ, എൻ്റെ മക്കൾക്ക് ജോലി കിട്ടിയേനെ, സ്വസ്ഥത ഉണ്ടായേനെ. നീ ആ വിഷയത്തിൽ നിന്ന് ഇടപെട്ടിരുന്നെങ്കിൽ മാറ്റമുണ്ടാകുമായിരുന്നു. പക്ഷെ അവിടെ കൊണ്ട് തീർന്നു പോകുകയല്ല. അടുത്ത വചനം പറഞ്ഞേക്കുന്നത് അതാണ് യേശുവിൻ്റെ വചന പഠനത്തിലുള്ള പ്രത്യേകത. ദൈവം പഠിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നതല്ല, എളിവന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നതല്ല. നീ ഉണ്ടായിരുന്നെങ്കിൽ, നീ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ അവസ്ഥയിലാകത്തില്ലായിരുന്നു. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, നീ ഇന്നലെ പ്രവർത്തിച്ചില്ലെങ്കിലും അതിന് നിനക്കൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോഴും നീ ദൈവത്തോട് എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ പറ, മാർത്ത മനം കലങ്ങി തടർന്നു കിടന്ന ഒരു വ്യക്തിയായിരുന്നോ? വചനപാണ്ഡിത്യമുള്ളവളായിരുന്നു? നിശ്ചയമായിട്ടും അവൾക്ക് തിരിച്ചറിവുണ്ടായിരുന്നു, അറിവുണ്ടായിരുന്നു. ഭൂതകാലത്തെക്കുറിച്ചും വർത്തമാനകാലത്തെക്കുറിച്ചും അറിവുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഭാവി കാലത്തെക്കുറിച്ചുമുള്ള തിരിച്ചറിവ് ഈ മാർത്ത എന്ന ഇവൾക്കുണ്ടായിരുന്നു. ഇവൾ ആരായിരുന്നു? ഇവൾ പലതിനെ ചൊല്ലി വിലയിച്ച് മനം കലങ്ങിയവളായിരുന്നു. എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യവും ദൈവവചന പഠനവും ദൈവത്തിൽ നിന്ന് കേൾവിയും അവിടെ ആന്തരിക സ്വഭാവത്തെ മാറ്റുവാടേ തീർന്നു. ഭൂതവർത്തമാന ഭാവി കാലങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നീ ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക്. ഇന്ന് രാത്രിയിൽ നമുക്ക് രാത്രി ഇതേ വചനമെന്ന് പറഞ്ഞാൽ മതി. കർത്താവേ, ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ കടം മാറിയേനെ. കർത്താവേ, ഇന്നലെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇടപെട്ടിരുന്നേ. കഴിഞ്ഞ ആഴ്ചയിൽ ഈ ദിവസം നീ ഇന്ന് ഇടപെട്ടിരുന്നെങ്കിൽ എൻ്റെ ഇത്രയും ഈ ആഴ്ച ഞാൻ ഭാരപ്പെടണ്ടായിരുന്നു. അതെ കർത്താവേ, എന്നാൽ ഇപ്പോഴും ആ വിഷയം പരിഹരിക്കപ്പെട്ടില്ലെങ്കിലും ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു. അതിൻ്റെ അർത്ഥം ഇപ്പോഴും നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ഇന്നലെ നീ പ്രവർത്തിച്ചില്ല, എന്നാൽ ഇപ്പോൾ നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. വിശ്വസിക്കുന്നു, ഇപ്പോൾ നിനക്ക് പ്രവർത്തിപ്പാനുള്ള സമയം, നിനക്കത് സാധിക്കും. ഇപ്പോൾ പ്രസന്റ് ആയിട്ടുള്ള സമയത്ത് നമ്മളിപ്പോഴും പറയണം, കർത്താവേ, ഇന്നലെ കിട്ടാത്തത് കൊണ്ട് നിരാശപ്പെട്ട് കൊണ്ട് കർത്താവെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്. ഇവിടെ ശരിക്ക് ഇവിടെ പ്രാർത്ഥിക്കുക യേശു അടുക്കൽ വന്നിട്ട്. കർത്താവേ, ഇന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ സഹോദരൻ ലാസർ മരിച്ചുപോയി. 4 ദിവസമായി. ദൈവമേ, നീ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ യേശുവിനെ കാണാതെ പ്രാർത്ഥിക്കുന്നു, അവൾ കണ്ടു പ്രാർത്ഥിക്കുന്നു, കണ്ടപേക്ഷിക്കുക. അതാണ് പ്രാർത്ഥന ദൈവത്തോട് അപേക്ഷിക്കുക. നമ്മൾ നമ്മുടെ വാക്കുകൾ യേശുവിനെ കാണാതെ നമ്മൾ ആത്മാവിൽ നമ്മൾ ദർശിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നാൽ മാർത്തയ്ക്കും മറിയയ്ക്കും ഒക്കെ അന്ന് ഉണ്ടായിരുന്നവർക്ക് നേരിട്ട് യേശുവോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, നേരിട്ടുള്ള പ്രാർത്ഥനയാണ്. അവിടെ വന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ മാർത്തയുടെ പ്രാർത്ഥനയത് അവളെന്താ പ്രാർത്ഥിച്ചെന്താ? യേശുവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു, അത് കഴിഞ്ഞു പോയ സമയമാണ്. ഇത് പറയുക പ്രത്യാശമായി, ഇപ്പോഴും നീ എന്ത് അപേക്ഷ, നീ എന്ത് പറഞ്ഞാലും
അത് നടക്കുമെന്ന് ഞാൻ അറിയുന്നു. എത്ര പേർക്ക് ഇങ്ങനെ പറയാൻ കഴിയും? എത്ര പേർക്ക് ഈ ദിവസം ഇങ്ങനെ പറയാൻ സാധിക്കും? മാർത്ത പറഞ്ഞതുപോലെ എത്ര പേർക്ക് പറയാൻ സാധിക്കും? എന്നിട്ട് തുറന്നു പറയുകയാണ്, യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കുന്നു പറഞ്ഞപ്പോൾ അവൾക്ക് അന്നേരം തന്നെ ഭാവി കാലത്തെക്കുറിച്ച് ചിന്തയായി. അവള് ആ സമയം തീർന്നു. യേശു തന്നില്ലേലും കുഴപ്പമില്ല, എൻ്റെ സഹോദരൻ മരിച്ചു അടക്കപ്പെട്ടു, അത് സ്വാഭാവികമാണ്. പക്ഷേ എനിക്കിപ്പം അറിയാം ഇവിടം കൊണ്ട് അവൻ അസ്തമിച്ചെന്ന് എനിക്കറിയാം. കർത്താവ് ഉയർത്തെഴുന്നേൽക്കും. എപ്പോൾ ഉയർത്തെഴുന്നേൽക്കും പറഞ്ഞില്ല. അപ്പോൾ അന്നേരം അവൾ പറയുക, ഭാവി കാലത്തേക്ക് പറഞ്ഞ് മാർത്ത അവനോട് ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തെ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. കാര്യം പിടി കിട്ടിയോ? അതാണ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിത്യതയിൽ കാണുമെന്നുള്ള ഒരു ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശദ്രക് മേശാക്ക് അബേദ്നെഗോ പറഞ്ഞത്, നീ ഞങ്ങളെ ബന്ധിച്ച് തീയിൽ ഇട്ടിട്ട് ഞങ്ങൾ മരിച്ചാലും നശിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല? നമസ്കരിക്കത്തില്ല. ഇവിടെ മാത്യത പറഞ്ഞത്, ഇനി നീ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കറിയാം ഇവിടെ ഇനിയിപ്പം ഞങ്ങളെ അപമാനിക്കുന്നവരുണ്ട്, നിന്ദിക്കുന്നവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങൾ യഹൂദന്മാരുടെ വാക്ക് കേട്ട് ഒരു വാക്ക് പോലും നിനക്കെതിരെ പറയുകയില്ല. രാത്രി അതാണ് വിശ്വാസം, അതാണ് വചന പഠനത്തിന്റെ കേൾവിയോടുള്ള ഏറ്റവും വലിയ പ്രയോജനം. അതാ അവൾ യേശുവിനോട് പറയുക, അവൻ മരിച്ചുപോയി, ഇപ്പോഴും നീ എന്ത് അപേക്ഷിച്ചാലും കിട്ടുമെന്ന് ഞങ്ങൾക്കറിയാം. ഇനി അതല്ല, നീ ഉയർത്തെഴുന്നേൽക്കും പറഞ്ഞെങ്കിൽ ഞാൻ അവൻ ഉയർത്തെഴുന്നേറ്റ് ഇപ്പൊ ഇവിടെ കിട്ടിയില്ലെങ്കിലും ഒടുക്കത്തെ നാളിൽ ഒരു പുനരുത്ഥാനത്തെക്കുറിച്ച് നിങ്ങളെയോട് പഠിപ്പിച്ചിട്ടുണ്ട്, അതിലവൻ കാണുമെന്ന് എനിക്കറിയാം, ഭാവിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ മാർത്ത പറഞ്ഞത് ഇതിനെയാണ് സമ്മറിയായിട്ടുള്ള ടീച്ചിങ് എന്ന് പറയുന്നത്. ഒരു പഠനം നടത്തി കർത്താവ് വീട്ടിൽ ക്ലാസ് എടുത്ത് വെറുതെ പോയില്ല. യേശു പഠിപ്പിച്ചതിൻ്റെ അർത്ഥവ്യാപ്തി അവർ മനസ്സിലാക്കി. അന്ന് വരെയും പഠിച്ച വിഷയങ്ങളോട് ഉൾക്കാമ്പ് മാർത്ത തുറന്നു പറഞ്ഞു. ഒന്ന്, നീ ഇന്നലെ ഉള്ളവനാണ്, ഇന്നും നീ ജീവിക്കുന്നവനാണ്, നാളെയും നീ ഉള്ളവനാണ്, അവൻ ഉയർത്തെഴുന്നേൽക്കും, അവൻ തീർന്നു പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഇതാണ് മാർത്ത പറഞ്ഞ 3 കാര്യങ്ങൾ. 4ാമത്തെ കാര്യം ഞാനത് പറയാം, തുറന്നുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. ഇപ്പോൾ മാർത്ത യേശുവോട് പറഞ്ഞത് എന്തൊക്കെയാണ് പറഞ്ഞത്? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള കഴിഞ്ഞുപോയ ഭൂതകാലം, നീ ഇപ്പോൾ എന്നുള്ളത് പ്രസന്റ് ടൈം, നീ ഇപ്പോൾ എന്ത് പറഞ്ഞാലും അത് സംഭവിക്കും, ഞങ്ങൾക്കറിയത്തില്ല എന്താ നീ പറയുന്നുള്ളത്, എന്താ തിരുവായും വഴി അറിയത്തില്ല. അവൻ നീ ഉയർത്തെഴുന്നേൽക്കുന്നു നീ പറഞ്ഞു, അപ്പം അത് ഞങ്ങൾക്കറിയാം. വരുവാനുള്ള ആ കാലത്ത് വരുവാനുള്ള ലോകത്തിലേക്ക് വേണ്ടി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇതിനകത്ത് എത്ര പേർക്ക് ഇത്ര ആഴമേറിയ വിശ്വാസമുണ്ട്? എത്ര പേർക്കൊണ്ട് പ്രിയപ്പെട്ടവരെ? ഒരുപക്ഷെ മാർത്തയെക്കുറിച്ചുള്ള പ്രസംഗങ്ങളെല്ലാം ഒരുപക്ഷെ നെഗറ്റീവായിട്ടുള്ള പ്രസംഗങ്ങളായിരിക്കും. എന്നാൽ രാത്രിയിൽ ദൈവാത്മാവ് പോസിറ്റീവാക്കി തീർക്കുന്നതാണ്. ദൈവവചനം ഒരിക്കലും ഒരു വ്യക്തിയെ നെഗറ്റീവാക്കി വിടത്തില്ല. കുറവുകളും കുറ്റങ്ങളും പ്രയാസങ്ങളും ഉള്ളവരെ, ഭീരുത്വമുള്ളവരെ, അധൈര്യപ്പെട്ട് നടന്നവരെ, മനം തകർന്നവരെ ഒരുക്കിയെടുത്ത് അവരെ ശക്തന്മാരാക്കി നിർത്തുന്നതാണ് ദൈവവചന കേൾവി. അതാണ് യേശുവിൻ്റെ സാന്നിധ്യം. അതാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളും പലപ്പോഴും ഭാരപ്പെട്ടു പോയിട്ടില്ലേ, തകർന്നു പോയിട്ടില്ലേ, തളർന്നു പോയിട്ടില്ലേ, വീണു പോയിട്ടില്ലേ, എന്തെന്നറിയാതെ പോയിട്ടില്ലേ? ഇന്നും നിലനിൽക്കുന്നത് ആ നിത്യകാല പ്രത്യാശ ഉള്ളത് കൊണ്ടാണ്. കടങ്ങളുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അത് നമ്മുടെ എല്ലാ കാര്യങ്ങളും തീർന്നത് കൊണ്ടോ എല്ലാം സമയാസമയങ്ങൾ നടന്നതുകൊണ്ടോ അല്ല. നമുക്കൊരു പ്രത്യാശയുണ്ട്. ഇവിടെ എന്തെല്ലാം സംഭവിച്ചാലും, ഇവിടെ തീക്കകത്ത് വീണ് നശിച്ചു പോകേണ്ടെന്നാലും അത് ദൈവം അനുവദിച്ചെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. എന്നാൽ ഒരു നിത്യകാല പ്രത്യാശ എപ്പോഴും ഈ ദൈവവചനം കേൾക്കുന്നവർ കൊണ്ട് മാറ്റിക്കൊണ്ടായിരുന്നു. എന്നിട്ട് എന്ന് പറയുന്നു, യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. യേശുവോട് സംസാരിച്ചു. ഇത് കേൾക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ഗ്രാമത്തിൽ യേശു വരുന്ന കേട്ടപ്പോൾ യേശുവിൻ്റെ വരവിനെ അറിയിച്ച ഗ്രാമവാസികളുണ്ട്, അടുത്തൊരു ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടി കേൾക്കുന്ന ഒരു സന്ദർഭമാണ് ഈ യേശുവിൻ്റെ സമീപം അറിയിച്ചുള്ള ആ ബേഥാനിയ എന്ന ഗ്രാമത്തിൻ്റെ അതിരിങ്കൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യേശുവോട് പറയുക, ഞാൻ
ഞാൻ തന്നെയാണ് പുനരുത്ഥാനം. ഇവൾ ഇത്രയും പറഞ്ഞപ്പോൾ യേശുവിനറിയാം ഇവളോട് പറഞ്ഞാൽ മനസ്സിലാകും. ആരോട് പറയണമെന്ന് ദൈവത്തിനറിയാം. ചിലരോട് എത്ര പറഞ്ഞാലും പണ്ടത് പണ്ട് തന്നെയാണ്. എത്ര ക്ലാസ് കേട്ടാലും എത്ര പഠിപ്പിച്ചാലും പണ്ട് തന്നെയാണ്. അത് മാറ്റം വരത്തില്ല. കാരണം ഈ വചനം കേൾക്കുന്നത് ഉപകാരമായി പരിണമിക്കണം. ആർക്കാ ഉപകാരമായി തീർന്നത്? വിശ്വസിക്കുന്നവർ. ആ വചനം വിശ്വാസമായി പരിണമിച്ചില്ലെങ്കിൽ അത് ഉപകാരമായി തീരത്തില്ല. കുറെ കുത്തിക്കുറിച്ച്, കുറെ വായിച്ച്, കുറെ എഴുതി വെച്ച് എത്രയോ പേര് പഠിക്കുന്നുണ്ടെന്നറിയാം. നോട്ടൊക്കെ ഒരുപാട് പേര് തയ്യാറാക്കുന്നുണ്ട്. പക്ഷേ പ്രയോജനമില്ല. ഞാൻ പറഞ്ഞത് നോട്ട് തയ്യാറാക്കരുതെന്നോ പഠിക്കരുതെന്നോ അല്ല. പക്ഷെ നാം പഠിക്കുന്ന വചനം അത് ഉപകാരമായി തീരണമെങ്കിൽ അത് വിശ്വാസമായി പരിണമിക്കണം. അപ്പോൾ ഈ മാർത്തയുടെ ഹൃദയത്തിൽ യേശു പറഞ്ഞ വചനത്തിൽ അവൾ വിശ്വസിച്ചതുകൊണ്ട് അവൾക്ക് അത് ഉപകാരമായി തീർന്നുകൊണ്ടാണ് അവളിത് സംസാരിച്ചത്. അപ്പോൾ കർത്താവിന് മനസ്സിലായി ഇനിയും ഇവളോട് മാർമിക വിഷയങ്ങൾ പറഞ്ഞാലും ഉൾക്കൊള്ളുവാൻ ഇവൾക്ക് കഴിയും എന്ന് കണ്ടപ്പോൾ യേശു പറഞ്ഞു, ഞാൻ തന്നെയാ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനം പ്രാപിക്കുമെന്ന് പറഞ്ഞപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ. അവൾക്ക് ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുണ്ട്. ഇപ്പോൾ വന്നത് യേശു അവനെ ഉയർപ്പിക്കാനാ വന്നതെങ്കിലും, ഉയർത്തെഴുന്നേൽപ്പിക്കാനാ വന്നതെങ്കിലും ഈ ലാസറിന്റെ പെങ്ങളായിരിക്കുന്ന മാർത്തയ്ക്ക് കർത്താവോട് പറയുക, കർത്താവേ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിലും എനിക്കതിൽ സങ്കടമില്ല. നീ വന്ന് ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട്, നിത്യജീവന്റെ ഉറവിടമായിരിക്കുന്ന നീ ഞങ്ങളെ പഠിപ്പിച്ചതുകൊണ്ട് ഭാവി കാലത്തൊരു ലോകമുണ്ടല്ലോ, അന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് ഞാൻ അറിയുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഇന്നലെ ഉണ്ടായിരുന്നെങ്കിലും നിനക്ക് ചെയ്തേനെ, ഇന്നും നിനക്ക് ചെയ്യാൻ കഴിയും, ഇനി നാളെയും നിനക്ക് ചെയ്യുവാൻ കഴിയുന്ന സർവകാലത്തിന്മേലും അധികാരമുള്ളവനാണ് യേശു എന്ന് ഇവൾ അറിഞ്ഞിരുന്നു. സർവകാലത്തിനുമേൽ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിലാണ് ഈ ദിവസങ്ങളിൽ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അതാണ് തിരുവചന പഠനത്തിന്റെ ആഴം. അതാണ് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ക്രിസ്തുവിനെയാണ് അവിടെ മാർത്ത വെളിപ്പെടുത്തിയത്. അവളോടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നെന്നിൽ വിശ്വസിക്കുന്നവരുമാണ്. കർത്താവ് പറഞ്ഞു, മരിച്ച ശേഷം ആർക്കും വിശ്വസിക്കാൻ കഴിയത്തില്ല. വിശ്വസിച്ചിട്ടും കാര്യമില്ല. നമുക്കറിയാമല്ലോ, ധനവാന്റെ ലാസിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോൾ കർത്താവ് ഉപമയായിട്ട് പറഞ്ഞപ്പോൾ ലാസം ധനവാൻ മരിച്ച ശേഷം വേണമെങ്കിൽ 1000 പ്രാവശ്യം വേണേൽ കവിഴ്ന്ന് കിടന്ന യേശുവെ നീ ദൈവമാണെന്ന് പറയാൻ തയ്യാറായിരുന്നു. എത്ര പ്രാവശ്യം വേണേലും ആ യാതനാസ്ഥലത്ത് കിടന്ന് നിലവിളിച്ച് ഞാൻ രക്ഷിക്കപ്പെടുന്ന കർത്താവെ എന്നോട് കരുണ തോന്നണം. പക്ഷേ കർത്താവ് പറഞ്ഞു, രക്ഷയില്ല മകനെ. ഒരുവൻ ഈ ശരീരത്തിൽ ജീവനോടിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കത് പ്രാപിക്കണം. ഇന്ന് രാത്രിയിൽ ഭയത്തോടെ പറയട്ടെ, ജീവനോടിരിക്കുമ്പോൾ കർത്താവിനെ വിശ്വസിച്ചോളണം. ജീവനോടിരിക്കുമ്പോൾ ജീവിച്ചിരുന്ന കർത്താവിനെ വിശ്വസിക്കണം. മരിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും കണ്ണടച്ച് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിശ്വസിച്ചേക്കാം, സ്നാനപ്പെട്ടേക്കാം, പരിശ്രമേഷം പ്രാപിച്ചേക്കാം, ഗുണപ്പെട്ടെന്നൊക്കെ ചിന്തിച്ചു പോകും. പക്ഷെ നിഷ്പ്രയോജനമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഇവിടെ പറഞ്ഞത്, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ. അപ്പോൾ അത് മരിച്ചാൽ ജീവിക്കും. അപ്പോൾ കർത്താവ് അതിനെ ക്ലിയർ ചെയ്ത് സ്പഷ്ടമാക്കി കൊടുത്തു. അപ്പോൾ എന്നിൽ വിശ്വസിക്കുന്ന പറഞ്ഞാൽ മരിച്ച ശേഷം യാഥാസ്ഥലത്ത് പോയി വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുമെന്നാൽ പറയാൻ പാടില്ല. അല്ലെങ്കിൽ ഇത് ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു പഠിപ്പീര് വരാം. അതുകൊണ്ടാണ് കർത്താവ് അതിനെ ക്ലിയർ ചെയ്ത് പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇവിടെ കർത്താവ് പറയുക, യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാന ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിച്ച് മരിച്ചാലും ജീവിക്കുന്നു പറഞ്ഞാൽ മരിച്ച ശേഷം യാഥാസ്ഥലത്ത് പോയി അവൻ കിടന്ന് പറഞ്ഞില്ലേ. എത്രയോ പേര് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കാന്നറിയാമോ? ഇന്നും എത്രയോ പേര് യാതനാസ്ഥലത്തിൽ നരകത്തിലും പോയി കിടന്നുകൊണ്ട് വിലപിച്ച് കണ്ണുനീരോടെ പറയുക, യേശുവേ എന്നെ രക്ഷിക്കണമേ എന്ന് പറയുക. അവിടെ ചെല്ലുമ്പോൾ വീഴുമ്പോൾ ആദ്യം നിലവിളിയൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മറുപടി കിട്ടാതെ വരുമ്പോഴുള്ള നിശബ്ദതയാണ് പാതാളത്തിലെ നിശബ്ദത, നരകത്തിലെ നിശബ്ദത എന്ന് പറയുന്നത്. പണ്ട് വന്നവർ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പുതിയ ആൾക്കാർ വന്ന് നിലവിളിച്ചുകൊണ്ട് അവർ പറയും, മറ്റവർ പറയും, ആത്മാക്കൾ പറയും, ഒരു രക്ഷയുമില്ല, കണ്ണുനീരിന് കരച്ചിലേക്കും പോകുക. ഇതൊന്നുമല്ല, ഇനി മറുപടിയില്ല, ശബ്ദം കേൾക്കാൻ കഴിയത്തില്ല,
മാനസാന്തരപ്പെടാൻ കഴിയത്തില്ല, ഞങ്ങൾ വിളിച്ചു നോക്കിയതാ നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പേരാ ഓരോ ദിവസവും യാതനാസ്ഥലത്തേക്കും നരകത്തിലേക്കും വീണിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് രക്ഷപ്പെടാമെന്ന് വെച്ചുകൊണ്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ നടക്കത്തില്ല. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ ജീവനോടിരിക്കുന്ന ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ നാം വിശ്വസിച്ചാൽ കർത്താവ് ജീവനോട് ജീവിച്ചിരുന്ന് എന്നെ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല. നമ്മുടെ മുമ്പിൽ ശിക്ഷിച്ചിരിക്കുന്ന ചുരുക്കം ചില നാളുകൾ, ചില വർഷങ്ങൾ, അല്ലെങ്കിൽ എത്ര ദിവസമാകട്ടെ, ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, മരണാനന്തരം നിനക്ക് വേണ്ടി ആര് എന്ത് ചെയ്താലും, നീ എത്ര ആ യാതനാ സ്ഥലത്തോ നരകത്തിലോ പോയി നിലവിളിച്ചാലും മാറ്റം വരത്തില്ല. അനുഭവിച്ചേ മതിയാകുള്ളൂ. കണ്ണുനീരും പല്ലുകടിയുമുള്ള നിത്യനരകത്തിലേക്ക് പോകും, നരകാഗ്നിയിലേക്ക് പോകും. എന്നാൽ കണ്ണുനീരും കരച്ചിലും മാറ്റുന്ന കണ്ണുനീർ തുടച്ചു കളഞ്ഞുകൊണ്ട് പൊതുവാന ഭൂമിയിലേക്ക് ഒരു കൂട്ടം ജനത്തിൻ്റെയും പ്രവേശിപ്പിക്കും. അതേക്കുറിച്ച് കർത്താവ് പറഞ്ഞത്, കണ്ണുനീരില്ലാത്ത ലോകമുണ്ട്. ഒക്കെ അറിയാം, മാർത്തയ്ക്ക് അറിയാമായിരുന്നു. യേശു ഒടുക്കത്താനുള്ള പുനരുത്ഥാനത്തെക്കുറിച്ച് അന്ന് പഠിപ്പിച്ചുള്ളൂ. കാരണം സഭ സ്ഥാപിതമാകാത്തതുകൊണ്ടാണ് അന്ന് ടീച്ചിങ് എടുക്കാനത്, അന്ന് അതേക്കുറിച്ച് പഠിപ്പിക്കാതിരുന്നത്. കർത്താവിൻ്റെ വരവെങ്കിലുള്ള പുനരുത്ഥാനത്തെക്കുറിച്ച്, ഒന്നാമത്തെ പുനരുത്ഥാനത്തെക്കുറിച്ച് പഠിപ്പിക്കാതിൻ്റെ കാലം. പക്ഷേ ഇന്ന് നമ്മളിതെല്ലാം പഠിക്കണം. കുട്ടി ഒടുക്കത്താനുള്ള പുനരുത്ഥാനം കൊണ്ട് മാത്രം ഇരിക്കരുത്. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള പഠനം ദൈവങ്ങൾക്ക് ആവശ്യമാണ്. ഞാൻ രാവിലെ ഒരു സഭയുള്ള ചിലരോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം പഠിക്കണം. എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അകക്കാരം കയറിയിരിക്കുക. എന്നാൽ ഞാൻ ചോദിക്കും, നമുക്ക് എന്താ അറിയാവുന്നത്? ഒന്നും അറിയത്തില്ല. ഒന്നും അറിയേണ്ട പോലെ അറിഞ്ഞിട്ടില്ല. കൊടുക്കുന്ന ആളുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് യേശു പറഞ്ഞപ്പോൾ അത് പ്രാർത്ഥിക്കത്താവേ, ഇത് വായിക്കുന്ന ആൾ യോഹന്നാൻ സുവിശേഷം വായിച്ച് കഴിയുമ്പോൾ മാർത്ത പറഞ്ഞ കൊടുക്കുന്ന ആളുടെ പുനരുത്ഥാനം അത് മതി, നിത്യജീവൻ അത് മതി. അതാണോ? അല്ല. ഞാൻ പറയുന്നത് സവസ്ഥാപിതമായിട്ടില്ല. ഈ തിരുവചന പഠനം ഒരു കാര്യത്തിൽ മാത്രം ലിമിറ്റ് ചെയ്ത് വെക്കുന്നത്, നമ്മുടെ അറിവ് ലിമിറ്റ് ചെയ്യരുത്. എന്നാൽ നമുക്കിനി എത്ര പുനരുത്ഥാനത്തെ കുറിച്ച് പഠിക്കാനുണ്ട്? കർത്താവ് ഒന്ന് പഠിപ്പിച്ച ആ ഒരു പുനരുത്ഥാനം ആണോ? അല്ല. മുടുക്കത്താനുള്ള പുനരുത്ഥാനത്തെ കുറിച്ച് മാത്രമല്ല കർത്താവ് ആത്മാവ് പഠിപ്പിച്ചത്. നമുക്ക് ഒന്നാമത്തെ പുനരുത്ഥാനമുണ്ട്, മുടുക്കത്താളുടെ പുനരുത്ഥാനമുണ്ട്, കർത്താവ് വരവെങ്കിലുള്ള പുനരുത്ഥാനമുണ്ട്. അങ്ങനെ രണ്ട് സാക്ഷി, അങ്ങനെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള നീണ്ട നിരയുണ്ട്. ഓരോരുത്തരും താൻ്റെ നിലയിലാണെന്ന് പറഞ്ഞ കർത്താവ്. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മുടെ ലിമിറ്റേഷൻ, നമ്മൾ അഹങ്കാരിക്കാറുണ്ട്, അറിയാമെന്ന് ധരിച്ചു വയ്ക്കാറുണ്ട്. അങ്ങനെയുള്ളിടത്ത് ഒരിക്കലും യേശുവിനെ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. നമ്മൾ വീഴണം. കർത്താവ്, എനിക്കൊന്നും അറിയത്തില്ല കർത്താവ്, എനിക്ക് ആകെ അറിയാവുന്നത് നീ വരുമ്പോൾ എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കർത്താവെ, എന്നെ യോഗ്യനാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നാം ദൈവസേനയിൽ വീണ് കിടക്കണം, പ്രാർത്ഥിക്കണം. അറിയാവുന്നുള്ള അഹങ്കാരം ദൈവമക്കൾക്ക് പാടില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, വിശ്വസിച്ചിരുന്ന് എന്നിൽ ജീവിച്ചിരുന്നിൽ വിശ്വസിക്കുന്നില്ല ആരുമില്ല. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് എപ്പോഴെങ്കിലും വിശ്വസിക്കാമെന്നല്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിശ്വസിക്കാൻ പറ്റത്തില്ല. അന്ന് എത്ര ഭാഷ തലതിരിയാനും കാര്യമില്ല. ഇവിടെ എല്ലാവരും കൂടി വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലി ആ മരിച്ച ആൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്താലും പ്രയോജനമില്ല. അതുകൊണ്ടാണ് കഥ പറഞ്ഞത്, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല, ഇത് നീ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു? ലാസർ അവൻ ജീവിച്ചിരുന്നപ്പോൾ എന്നെ വിശ്വസിച്ചവനാണ്. മരിച്ചതിന് ശേഷമല്ല അവൻ എന്നെ വിശ്വസിക്കുന്ന, ജീവനോടിരുന്നപ്പോൾ. അങ്ങനെ ഒരുത്തൻ കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ അവൻ മരിക്കുകയില്ല, ജീവിക്കും. അവനെ ഭൗതികമായിരിക്കുന്ന ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ എനിക്ക് കഴിയും. അതുപോലെ തന്നെ അവൻ പുനരുത്ഥാനം പ്രാപിച്ച് വരുവാനുള്ള ലോകത്തിലേക്ക് അവനെ കൊണ്ടുവരുവാനും എനിക്ക് കഴിയും. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു യേശു പറഞ്ഞൊന്നും അറിയാമോ? അവൾ അങ്ങനെ പറഞ്ഞു, കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവത്തിനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് പോയി തൻ്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു. 5 കാര്യങ്ങളാണ് ഈ സന്ദർഭത്തിൽ മാർത്ത സംസാരിക്കുന്നത്. 5 കാര്യങ്ങളാണ്. അതിൽ 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ഒന്ന്, അവർ പറഞ്ഞു, യേശു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ലാസർ മരിക്കത്തില്ല. 2, നീ ഇപ്പോൾ ഇത് യാചിച്ചാൽ ലഭിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. അവളുടെ പ്രത്യാശ, ഒന്ന്, അവളുടെ പ്രത്യാശ ഫ്യൂച്ചറിലുണ്ടായിരുന്നു. അവളുടെ പ്രത്യാശ പാസ്റ്റിലുണ്ടായിരുന്നു, പ്രസന്റിലുണ്ട്, ഫ്യൂച്ചറിലുണ്ട്. മൂന്നാമത് അവൾ പറഞ്ഞത് കൊടുക്കുന്ന ആൾ പുനരുത്ഥാനം പ്രാപിക്കും. പിന്നെ കർത്താവ് അവളോട് പറഞ്ഞു, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കാൻ, മരിച്ചാലും ജീവിക്കുന്നു പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞു, നീ ഒരു നാൾ നീ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. ഇത് നീ വിശ്വസിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവളോട് പറയുകയാണ്, റിപ്ലൈ ചെയ്യുകയാണ്, കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവത്തിനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവളുടെ
നീ എൻ്റെ ദാസനെ ഉയർത്തെഴുന്നേൽപ്പിച്ചാൽ ഞാൻ വിശ്വസിക്കാന്നാണോ പറഞ്ഞത്? നമ്മളൊക്കെ എങ്ങനെ? നീ അത് ചെയ്താൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കാം, അങ്ങനെയാണോ? അല്ല. കർത്താവേ, നീ അത് ചെയ്താൽ, എൻ്റെ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഞാൻ നിന്നെ സ്തുതിക്കാം, ഞാൻ നിന്നെ ആരാധിക്കാമെന്നാണോ? അല്ല, അങ്ങനെയല്ല. നീ ചെയ്താലും ചെയ്തില്ലെങ്കിലും എൻ്റെ ജീവനുള്ള നാളെല്ലാം ഞാൻ നിന്നെ സ്തുതിക്കും, ഞാൻ നിന്നെ മഹത്വപ്പെടുത്തും, ഞാൻ നിന്നെ ആരാധിക്കും. അത് പലപ്പോഴും ഭാരവും പ്രയാസം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, ആരാധിക്കാൻ കഴിയത്തില്ല. മനുഷ്യ സഹജമാണ്. ചിന്തിക്കാൻ കഴിയത്തില്ല. നമ്മുടെ ഓർമ്മയൊക്കെ വിട്ടുപോകും. അസ്വസ്ഥരായി കഴിഞ്ഞാൽ തളർന്നു പോകും. വേദസം വായിച്ചൊന്നും മനസ്സിലാകത്തില്ല, പ്രാർത്ഥിച്ചതൊന്നും മനസ്സിലാകത്തില്ല. ഈ അനുഭവത്തിലൂടെ കടന്നു പോകൊക്കെ അറിയത്തുള്ളൂ. ഞാൻ അങ്ങനെയാണ് കേട്ടോ പ്രിയപ്പെട്ടത്. അതുകൊണ്ട് പ്രാർത്ഥന കർത്താവ് സ്വസ്ഥമായ രീതിയിൽ വചനം വായിക്കാനും പഠിക്കാനും ജീവിക്കാനുള്ള സ്വസ്ഥ നൽകണം പ്രാർത്ഥന. നമ്മൾ ഒരു തകർന്ന ഒരു ഹൃദയത്തോടെ നമ്മൾ എത്ര വചനം വായിച്ചാൽ നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് അറിയാം, നമ്മുടെ അവസ്ഥ അറിയാം, കർത്താവ് അറിയാം. ദൈവത്തിന് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾ ശോധന ചെയ്യുന്ന കർത്താവിനറിയാം. പക്ഷേ ആ തകർന്ന സമയത്ത് വാക്കുകളല്ല ദൈവം നോക്കുന്നത്. തകർന്ന സമയത്തെ ദീർഘശ്വാസങ്ങൾ, ഹൃദയത്തിന്റെ വേദന ഒപ്പിയെടുക്കാൻ കഴിയുന്നവൻ അത് അവൻ ഒപ്പിയെടുക്കും. അവനറിയാം എന്താണ് എൻ്റെ കുഞ്ഞ് ഞെരുങ്ങുന്നെന്നുള്ളത്. എൻ്റെ മകൻ, എൻ്റെ മകൾ എന്തിനാണ് ഞെരുങ്ങി വേദന അനുഭവിക്കുന്നത്, കഷ്ട സഹിക്കുന്നെന്ന് അന്ത്യദിനങ്ങളെ ദൂരത്തുനിന്ന് ശോധന ചെയ്യുന്ന അവൻ അറിയാം. അവനത് ഒപ്പിയെടുത്ത് അവൻ കാര്യങ്ങളെ ഗ്രഹിച്ചെടുത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. നമ്മൾ ദീർഘമായി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഭാരപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് വാക്കുകൾ സാധാരണ രീതിയിൽ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ചില വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകും, നെടുവീർപ്പുകളിൽ മാത്രം ഒതുങ്ങിപ്പോകും. വേദനയുടെ സമയത്ത്, ദുഃഖത്തിന്റെ വലിയ ആഘാതമായിരിക്കുന്ന സമയത്ത്, എന്തിനറിയാതെ ഭാരപ്പെടുന്ന സമയത്ത്, ആ ചൂടടിക്കുമ്പോൾ ഞാനും നിങ്ങളും വാക്കുകൾ ഉച്ചരിക്കാൻ കഴിയാതെ നെടുവീർപ്പുകളിലേക്ക് മാറിപ്പോകാറുണ്ട്. പക്ഷേ ആ നെടുവീർപ്പുകളെ, ദീർഘശ്വാസങ്ങളെ പോലും കാണുവാൻ കഴിവുള്ളവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അല്ല, നമ്മൾ നീണ്ട പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല നമ്മൾ വിടുതൽ പ്രാപിക്കുന്നത്. എല്ലാ സ്വസ്ഥതയൊക്കെ ഉണ്ടെങ്കിലേ, രോഗത്തിന് കുഴപ്പമൊന്നും ഉണ്ടെങ്കിലേ ഇല്ലെങ്കിലേ പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ പ്രിയപ്പെട്ടവര്. വേദനയും വെച്ചുകൊണ്ട്, തലവേദന വെച്ചുകൊണ്ട് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും പറഞ്ഞോട്ടെ? നമുക്ക് പ്രാർത്ഥിക്കാൻ, പ്രയർ ഗ്രൂപ്പിന് പ്രാർത്ഥിപ്പാൻ ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ, രാവിലെയൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പാൻ ഭാഗ്യം തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. പ്രാർത്ഥനയിൽ സ്ഥിരത കാണിക്കാൻ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രത്യേക വരദാനമാണ്, പ്രത്യേക ഒരു കൃപയാണ്. അതെ, ലോകത്തെ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുന്നറിയാമോ? കർത്താവിന്റെ കൃപയാൽ നിരന്തരമായി പ്രാർത്ഥിക്കാൻ ദൈവം കൃപ തന്നെങ്കിൽ അത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അത് മറന്നു കളയരുത്. കർത്താവെ, ഇന്ന് പ്രാർത്ഥിപ്പാൻ എനിക്കൊരു സ്വസ്ഥത തന്നതിനായി സ്തോത്രം ചെയ്യാം. അത് വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ സ്വസ്ഥത ഞാൻ ചോദിച്ചത് ശരിയല്ലേ? വേദനപ്പെട്ട ഒരാൾക്ക് തലവേദന എടുത്ത് തലകുത്തി മറിയുന്ന ഒരാൾക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുമോ? കഴിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ, ആരാധിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ പറയണം, കർത്താവേ, നിന്റെ കൃപയാണ്, നിന്റെ കൃപയാണ്, നിന്റെ കൃപയാണ് ഞാൻ അങ്ങേ ആരാധിക്കുന്നത്, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് അങ്ങയുടെ കൃപയാണ്. രാത്രിയിൽ സ്വസ്ഥതയും സമാധാനം നൽകുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കുവാനും പ്രാർത്ഥിപ്പാനും അവന് വേണ്ടി പ്രവർത്തിപ്പാനും ദൈവമായ കർത്താവ് സാവകാശങ്ങൾ ഒരുക്കുമെന്ന് 2025 ഞാൻ ദൂത് പറയുക. പലപ്പോഴും സാധിക്കാതെ പോയിട്ടുള്ള ജീവിതങ്ങളായിരിക്കും നമ്മളോട് കർത്താവ് പറയുക. ഈ വർഷത്തിന്റെ അഭിവൃദ്ധിയിലേക്ക് കർത്താവ് നമ്മെ നയിക്കാൻ പോവുക, നടത്താൻ പോവുക. പ്രതിബന്ധങ്ങൾ മാറി ദിവസങ്ങളിൽ ശുശ്രൂഷിപ്പാൻ, ആരാധിപ്പാൻ, പ്രവർത്തിപ്പാനുള്ള വേദികൾ, വഴികൾ ദൈവാത്മാവ് ഒരുക്കിത്തരും. അതെ, ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണ്ടി സ്വസ്ഥത വരുത്തി ദിവസങ്ങൾക്കപ്പുറം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ദൈവത്തിന്റെ പദ്ധതികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞു. അവനോട് നാലാമത്തെ കാര്യം പറഞ്ഞു, ഉപകർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവത്തിനായ ക്രിസ്തു ആകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞു. നമുക്ക് മുമ്പ് അറിയാം, ഇവരെല്ലാം വിളിച്ച് യേശുവോട് ചോദിക്കുന്നത്, നീ സ്പഷ്ടമായി പറയുക, തെളിവായി പറയുക, നീ യേശുവാണോ ക്രിസ്തുവാണോ എന്നൊക്കെ ഇവിടെ ചോദ്യം ചെയ്യുമ്പോൾ അല്ലേ, അവസാനം മഹാപുരോഹിതൻ ചോദിച്ചു, നീ ക്രിസ്തുവാണെങ്കിൽ പറ എന്ന് വന്ധ്യനായവനെ കൊണ്ട് ആണയിട്ട് പറയുന്ന പറഞ്ഞപ്പോൾ യേശു ഞാൻ തന്നെയാണ് പറഞ്ഞത്. അവന് വസ്ത്രം കീറി. അത് കേൾക്കാൻ വേണ്ടി, അവന് കേൾക്കാനുള്ള ആ ഒരു മാനസികതയില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അവനത് കേൾക്കാൻ വേണ്ടി കാത്തിന്ന് പറഞ്ഞത്, ഇത് ദൈവദോഷം പറഞ്ഞാൽ അവൻ വസ്ത്രം കീറി. തീർന്നു. മഹാപുരോഹിത അന്നത്തെ ശുശ്രൂഷ തീർന്നു. അവർ പറഞ്ഞ പൗരോഹിത്യം തീർന്നു. അതോടുകൂടി വലിച്ചു കീറിക്കളഞ്ഞു.
ആണയിട്ട് ചോദിച്ചു. ആണയാൽ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ആണയാൽ ദൈവത്തിനായിരിക്കുന്ന മഹാപുരുഷനായിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് ചോദിച്ചു, നീ നീ ആ ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന വന്യനായവന്റെ പുത്രനാണെന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു, ആണയിടുന്നു എന്ന് പറഞ്ഞു. ഞാൻ തന്നെയാന്ന് പറഞ്ഞു. പോളിയും പറഞ്ഞു. അങ്ങനെ കേട്ടപ്പോൾ തന്നെ അഗ്രൂന്യ പൗരത്വം കീറിക്കളഞ്ഞു. എന്തിനാന്ന് പറഞ്ഞാൽ അവനെ ക്രൂശിച്ചു. പക്ഷേ അവൻ ശ്രേഷ്ഠ മഹാപുരുഷനാണെന്ന് പണ്ട് പറഞ്ഞു പ്രവചനം നിവൃത്തിയിരിക്കുക വെച്ചത്. നീ എന്നേക്കും മൽക്കിസദേക്കിന് പ്രഗൽഭന്മാർ ഒരു പുരോഹിതൻ എന്ന ദൈവം ആണയിട്ടിരിക്കുന്നു, മാറുകയുമില്ല. പിന്നെ ആണയിട്ട് ചോദിച്ച യേശുവിൻ നാമത്തിലാണ്. കഥ പറഞ്ഞു, ഞാൻ തന്നെയാന്ന് പറഞ്ഞു. ആണയുടെ മുമ്പിലുള്ള സത്യം വെളിപ്പെടുത്തി അഗ്രൂന്യ പൗരത്വം നീക്കി ദൈവം എന്ത് ചെയ്തു? തൻ്റെ പുത്രനെ ശ്രേഷ്ഠ മഹാപുരുഷനാക്കി. അതുപോലെ തന്നെ തിരശീല ചീന്തിക്കളഞ്ഞ് പഴയ നിയമത്തിൽ മറഞ്ഞിരുന്ന കടക്കാൻ കഴിയാതിരുന്ന അതിവിസ്ഥലത്തേക്കുള്ള പ്രവേശനം സാധ്യമാക്കി തീർക്കുവാൻ യേശു തൻ്റെ ശരീരമെന്ന തിരശീല നമുക്ക് വേണ്ടി ചീന്തി. മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രം ചീന്തി പൗരോഹിത്യം നീക്കിക്കളഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ ശരീരമെന്ന തിരശീല ചീന്തി നമുക്ക് വേണ്ടി സ്വർഗാസുഖത്തിന്റെ വാതിൽ തുറന്നു തന്നു. കൃപാസനത്തിലേക്ക് അടുത്തേക്ക് ധൈര്യത്തോടെ ചെല്ലുവാനുള്ള വാതിൽ ആ ശരീരമാകുന്ന തൻ്റെ ദേഹമെന്ന ശരീരം തിരശീല ചീന്തിക്കൊണ്ട് നമുക്ക് വേണ്ടി അവൻ പൊതുവഴി ഒരുക്കി തന്നു. രണ്ട് കാര്യമാണ് നടന്നത്. മഹാപുരോഹിതൻ ദൈവദൂഷണം പറയുന്നത് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ഉപദേശം കേട്ട് അവൻ അന്ന് വരെ ധരിച്ചു വന്ന അഗ്രഹോന്റെ ആ പാരമ്പര്യപ്രകാരം കൈമാറി വന്നിരുന്ന മഹാപുരോഹിത വസ്ത്രം അവൻ കീറിക്കളഞ്ഞ് അന്ന് വരെയുള്ള അഗ്രഹോന്റെ പൗരോഹിത്യം തീർത്ത് കളഞ്ഞപ്പോൾ യേശു കീറിയത് അവൻ തൻ്റെ ശരീരമെന്ന ദേഹം കീറി യെരൂശലേം ദേവാലയത്തിൻ്റെ അതിവിസ്ഥലത്തേക്ക് ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ കടന്നു ചെല്ലുവാനുള്ള വഴി അത് അടയപ്പെട്ട ആർക്കും ചെല്ലാൻ കഴിയാത്ത മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ആ തിരശ്ശീല രണ്ടായി ചീന്തി എന്ന് കാണിക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമെന്ന തിരശ്ശീല ചീന്തി നമുക്ക് വേണ്ടി പൊതുവഴി ഒരുക്കി തന്നതുകൊണ്ട് ആണ്ടുകളും മാസങ്ങളും പെരുന്നാളുകളും വാവുകളും നോക്കാതെ ഉച്ച അസ്തമ പൂജകളോ രാവിലത്തെ ഉദയാസ്തമന പൂജകളോ സമയങ്ങളോ നാഴികളോ നോക്കാതെ കൃപാസനത്തിലെങ്കിൽ അതിധൈര്യത്തോടെ ചെല്ലുവാനുള്ള ആ പ്രവേശനം നമുക്ക് വേണ്ടി തന്നു. ഏത് സമയത്തും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് നമ്മുടെ സിംഹാസനമുമ്പാകെ കുമ്പിടുവാൻ, പ്രാർത്ഥിക്കുവാൻ, കമഴ്ന്നു വീഴുവാൻ, എൻ്റെ ദൈവമേ നീ എന്നെ രക്ഷിക്കണമേ, തത്സമയത്തുള്ള സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ കടന്നു ചെല്ലുവാനുള്ള വഴി ഒരുക്കി തന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് യേശു എന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു. അതുകൊണ്ട് നമുക്ക് എത്ര ഭാഗ്യകരമായ അവസ്ഥയെന്നറിയാവൂ. എത്ര ഭാഗ്യകരമായ അവസ്ഥയാണ്. വീണ് കിടക്കുവാൻ, പ്രാർത്ഥിപ്പാൻ, രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ല. 3:30 എഴുന്നേൽക്കണമെന്നില്ല, 2 മണിക്ക് എഴുന്നേൽക്കണമെന്നില്ല. ഏത് സമയത്തും കൃപ പ്രാപിപ്പാൻ സഹായത്തിനുള്ള കൃപയ്ക്കായി നമുക്ക് ആ കൃപാസനത്തേക്ക് അടുത്തില്ലുവാനുള്ള വഴി ദൈവം തുറന്നു. ഞാൻ പറഞ്ഞൊരു അർത്ഥം, ക്രിസ്തു ആണോ യേശുവോടൊപ്പം ചോദിച്ചില്ല, നീ ഇത് വിശ്വസിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്, ഇന്നലെയും ഇന്നും എന്നേക്കും അന്യനായ വരാനുള്ള വന്യനായവന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവാണ് നീ എന്ന് തിരുവഴുത്തിൽ പറഞ്ഞിട്ടുള്ള, സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആ യേശുവെന്ന ആ ക്രിസ്തു ആണ് അങ്ങെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ചോദ്യമായി നടന്നത്. ഇതാണ് യഹൂദന്മാർ കൂടെ ചോദിച്ചുകൊണ്ടിരുന്നത്. നീ സ്പഷ്ടമായി പറയുക, തെളിവായി പറയുക, അടയാളം അത്ഭുതങ്ങളെല്ലാം കാണുമ്പോൾ പറയുക, നീ ഒന്ന് പറഞ്ഞാട്ടെ നീ ക്രിസ്തുവാണോ എന്ന്. അവസാനം അവരതാ ചോദിച്ചത്, ക്രിസ്തുവാണോ എന്ന് ചോദിച്ചു. അവർക്ക് സംശയം മാറിയില്ല. പക്ഷേ ഈ പാവപ്പെട്ട വലിയ പാണ്ഡിത്യമൊന്നും ഇല്ലാത്ത മാർത്തയ്ക്ക് മനസ്സിലായി ഇവൻ ക്രിസ്തുവാണെന്ന്. അതാ വചനപഠനത്തിന്റെ പ്രത്യേകത. ഇത് ജ്ഞാനികൾക്കും വിവേകൾക്കും മറച്ച് ശിശുക്കൾ വെളിപ്പെടുത്തി കൊടുത്ത പ്രത്യേകത ശിശുവിനെ പോലെയുള്ളവർക്ക് ഇത് വെളിപ്പെട്ട് കിട്ടിയുള്ളൂ. അപ്പോൾ പറഞ്ഞു, നീ ക്രിസ്തുവാണ്. കർത്താവേ, ഞാൻ അറിയുന്നു നീ ലോകത്തേക്ക് ഒരുപാടുള്ള ദൈവത്തിന് ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പറഞ്ഞിട്ട് പോയി തൻ്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചിട്ട് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ മാർത്ത വന്നതുകൊണ്ട് യേശു പ്രവർത്തിക്കാൻ നിൽക്കുന്നല്ല. അവളെ ഈ ഗ്രാമത്തിന്റെ വാതിക്കലേക്ക് കൊണ്ടുവരണം. യേശു ആ വീട്ടിൽ പോകത്തില്ല. പിതാവ് വീട്ടിലേക്ക് കർത്താവ് ചെല്ലാനല്ല ഇവിടെ വന്ന് ഈ സമയത്ത് വന്നിരിക്കുന്നത്. യേശു എവിടെയാണോ അവിടെ ആ പ്രശ്നമുള്ളിടത്ത് യേശു വരികയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നയ്യന്റെ ആ വിധവയുടെ ആ വഴിയാത്രയിൽ ശവമഞ്ചം കൊണ്ടുവരുമ്പോൾ അവിടെ യേശു എത്തി. പള്ളിപ്രമാണിയായ യായിരോസിന്റെ മകളുടെ ആ മണ്ണക്കിടക്കുണ്ടായ വീട്ടിൽ അവിടെ യേശു എത്തി. എന്നാൽ ഇവിടെ ലാസറിന്റെ വീട്ടിൽ, മാർത്തയുടെ മറിയുടെ വീട്ടിലല്ല ഈ പ്രശ്നം ഇരിക്കുന്നത്. അവിടേക്ക് യേശു വരികയുള്ളൂ. കരുപിടി കിട്ടിയോ? അതുകൊണ്ടാണ്
അതാ പറഞ്ഞു മറിയേയും കൂടി വിളിക്കാൻ പറഞ്ഞു. കാരണം ഞാൻ ആ വീട്ടിലേക്ക് വരാനുള്ളതല്ല ഇപ്പം. എനിക്ക് വരാനുള്ളത്, ഞാൻ വന്നിട്ടുള്ളത് മരിച്ചുപോയി എന്ന് ലോകം പറയുന്ന ലാസറിന്റെ അടുക്കിലേക്കാണ് ഞാൻ വരുന്നത്. രാത്രിയിലും യേശു വരുന്നത് അത് നമ്മുടെ പ്രശ്നം എവിടെയാണോ അവിടേക്കാണ് യേശു വരുന്നത്. അവിടേക്ക് യേശു വരും. സമയം അവൻ കളയത്തില്ല. അവിടെ തന്നെ ഇരുന്നു. ഇവളോട് വരണം, ഈ സഹോദരിയോടെ വരണം. രണ്ടുപേരും വന്നിട്ട് എല്ലാവരുടെ കൂടിയിട്ട് നേരെ പോകേണ്ടത് കല്ലറയ്ക്കലാണ് പോകേണ്ടത്. അതാണ് തുടർന്ന് സംഭവിക്കുന്നത്. പറഞ്ഞു ഇവള് പോയി പറഞ്ഞത് സ്വകാര്യമായി പറഞ്ഞു. സഹോദരിയായി മറിയെ സ്വകാര്യമായി വിളിച്ചു. അതുവരെ യഹൂദന്മാരൊക്കെ ഇങ്ങനെ ചുറ്റും പലരും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇങ്ങനെ ആശ്വസിച്ചുകൊണ്ടിരിക്കുക. സാരമില്ല, പോട്ടെ, കുഴപ്പമില്ല, യേശു വന്നതല്ലേ, യേശു പഠിപ്പിച്ചതല്ലേ, സാരമില്ല, ഇപ്പൊ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാരമില്ലെന്നേ, ഇതൊക്കെ ഉള്ളതാ, ഇതിനൊക്കെ സംഭവിക്കും, ഏത് മനുഷ്യനും ഏത് പ്രായത്തിലും മരിക്കും എന്നൊക്കെ പറഞ്ഞ് ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. അത് മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ്. ആശ്വാസ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതേടെ പോയി ഈ മാർത്ത പോയി സ്വകാര്യമായി വിളിച്ചു. അവിടെ പോയി എല്ലാവരും കേൾക്കൊന്നും വിളിച്ചു പറഞ്ഞില്ല. യേശു വന്നിട്ടുണ്ട് കൊണ്ടോ, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നൊന്നും പറഞ്ഞില്ല. അവിടെ ചെന്ന് അപ്പം പക്വത മാർത്ത പ്രകടിപ്പിക്കുക. അപ്പോൾ പണ്ടത്തെ സമയം സ്വഭാവമായിരുന്നെങ്കിൽ അവിടെ വിളിച്ചു പറഞ്ഞേനെ. ആ വാതുക്കളെ നിന്ന് ദൂരെ വിളിച്ചു പറഞ്ഞേ, മറിയേ യേശു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു വരാൻ പറഞ്ഞേ. അല്ല, പക്വത പ്രാപിച്ച യേശു എന്ന പക്വത പ്രാപിച്ച മാർത്ത അവിടെ ചെന്ന് സ്വകാര്യമായി തൻ്റെ സഹോദരിയെ വിളിച്ചു. രഹസ്യം ചെവിയിൽ പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, എന്നെ അവൻ വിളിക്കുന്നു. രാത്രി യേശു ചില ചെവിയിൽ ഈ സന്ദേശം അറിയിക്കുക, ഗുരു വന്നിട്ടുണ്ട്, എന്നെ വിളിക്കുക, എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി യേശു വന്നിട്ടുണ്ട്. എത്ര വലിയ സന്ദേശം ഈ ശബ്ദം കേൾക്കുവാൻ കഴിയും. അതെ, കർത്താവിൻ്റെ ചെവിയിൽ മന്ത്രിക്കുക, ഞാൻ വന്നിട്ടുണ്ട് നിന്റെ പ്രശ്നം പരിഹരിക്കുവാൻ, നിന്റെ തലമുറ വിഷയം പരിഹരിക്കുവാൻ, നിന്റെ ജീവിതത്തിൻ്റെ വിഷയം പരിഹരിക്കുവാൻ, നിന്റെ കടഭാരം പരിഹരിക്കുവാൻ, രോഗം മാറുവാൻ, നിന്റെ പ്രശ്നം മാറുവാൻ യേശു വന്നിട്ടുണ്ട്. സ്വകാര്യമായി ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ ശബ്ദം കേൾക്കുക, അവൻ വന്നിട്ടുണ്ട്, നിന്നെ അവൻ വിളിക്കുന്നു. നിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി യേശു വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ നിന്നെ വിളിക്കുന്നത്. നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നത്, ഓമനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നത് അവൻ്റെ ആ ഉദ്ദേശം വെളിപ്പെടുത്താൻ വേണ്ടിയാ. ഇവിടെ മാർത്ത പോയി അവളോട് പറഞ്ഞു, ഗുരു വന്നിട്ടുണ്ട്, നമ്മൾ കാത്തിരുന്ന, പ്രതീക്ഷിച്ചിരുന്ന, നമ്മൾ ആകാംക്ഷയോടെ കാത്തിരുന്ന, വരുമെന്ന് വിശ്വാസത്തോടെ കാത്തിരുന്ന, എപ്പോഴെങ്കിലും വന്ന് നമ്മളെ കാണുമെന്ന് കാത്തിരുന്ന നമ്മുടെ ഗുരു വന്നിട്ടുണ്ട്, അവൻ നിന്നെ വിളിക്കുന്നു മറിയേ എന്ന് പറഞ്ഞപ്പോ അവൾ ഉടനെ എഴുന്നേറ്റു. എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്നു. എൻ്റെ അർത്ഥം ഞാൻ വിചാരിക്കുന്നത് അതുവരെ ഇവൾ കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് മറിയ പോകാതിരുന്നത്. മാതാ വെളിയിലായിരുന്നു, അല്ലെങ്കിൽ അവളത് കേട്ടപ്പോൾ ഓടുകയായി, അത് സ്നേഹം കൊണ്ട് ഓടിയതാണ്. പക്ഷേ ഈ സന്ദർഭങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ സ്വകാര്യമായി പറഞ്ഞു, യേശു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, നിന്നെ വിളിക്കുന്നത് പറഞ്ഞു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ ചെന്ന് യേശു അടുക്കൽ വന്നു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെയായിരുന്നു. കർത്താവ് വന്ന സ്ഥലത്ത് തന്നെ. ഞാൻ പറഞ്ഞല്ലോ, എന്നോട് അവിടെ നിൽക്കുന്നത് മനസ്സിലായല്ലോ. യേശു വീട്ടിലേക്കല്ല വന്നത്, യേശു വന്നത് ഈ സഹോദരിമാരെയും കൊണ്ട് അവരുടെ വിഷയം പരിഹരിക്കാൻ വേണ്ടി ആ കല്ലറക്കിലേക്ക് പോകാൻ വേണ്ടിയാ യേശു അവിടെ കാത്തു നിൽക്കുക. അവൻ ഇരുന്നു. അവൻ്റെ അടുക്കൽ വന്ന് യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു. വീട്ടിൽ അവളോട് കൂടി ഇരുന്ന, അവളെ ആശ്വസിപ്പിച്ചിരിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ചു. പിൻചെന്നു വിചാരിച്ചു. മറിയ വേഗത്തിൽ എഴുന്നേറ്റ്, അവൾ കൂടെ എഴുന്നേറ്റ് ഈ കല്ലറയ്ക്ക് പോയി കരയുമായിരുന്നു. അല്ലെങ്കിൽ ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ഈ ആശ്വസിച്ചുകൊണ്ടിരുന്നപ്പം ഇവിടെ എഴുന്നേക്കുന്നത് കണ്ടപ്പോൾ ഇവർ വിചാരിച്ചു, ഇവിടെ ദുഃഖം വല്ലാതെ സഹിക്കാൻ കഴിയാഞ്ഞിട്ട്. രഹസ്യമായിട്ടാണല്ലോ ഈ മാർത്ത വന്ന് ചെവി പറഞ്ഞത്. മാർത്തയ്ക്ക് അറിയാം ഇവിടുത്തെ യഹൂദന്മാർ ആരൊക്കെയാണെന്നുള്ളത്. യേശുവിനെ പിടിക്കാൻ വന്നവരും കല്ലെറിയാൻ വന്നവരും ഒക്കെയാണ് നിൽക്കുന്നത്. കുറ്റം പറയുന്നവരൊക്കെ അവിടെ നിൽക്കുന്നത്. അവിടെ മുമ്പ് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിസിറ്റി ചെയ്തില്ല. രഹസ്യമായിട്ട് പറയണം, പരസ്യമായിട്ട് പറയണം. ഇവിടെ വന്ന് പറയേണ്ട പോലെ പറഞ്ഞു. ഇപ്പൊ ഇവർ വിചാരിച്ചത് ഇവിടെ ദുഃഖം സഹിക്കാൻ കഴിയാഞ്ഞിട്ട്
കല്ലറയ്ക്കൽ മറിയ കരവാൻ പോകുന്നു എന്ന് അവർ വിചാരിച്ച് പിൻചെന്നു. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. എന്നാൽ മറിയ പോയത് മരിച്ചുപോയ ലാസറിന്റെ കല്ലറയ്ക്കൽ കരവാനല്ലായിരുന്നു. അവൾ പോയത് സൃഷ്ടിതാവാം ദൈവത്തിന്റെ അടുക്കൽ അവന്റെ കാൽപാദത്തിങ്കൽ വീണ് കിടക്കാൻ വേണ്ടിയാ പോയത്. ലാസറിന്റെ കല്ലറയ്ക്കൽ പോയി മറിയ കരഞ്ഞാൽ കല്ലറയുടെ വാതിൽ തുറന്ന് ലാസർ വെളിയിൽ വരത്തില്ല. നിന്റെ പ്രശ്നത്തെ നോക്കി നീ കരഞ്ഞുകൊണ്ടിരുന്നാൽ അത് നിനക്ക് മറുപടി നൽകത്തില്ല. രാത്രി ദൈവാത്മാ പറയുക, ആരുടെ അടുക്കൽ നീ ചെന്ന് കരഞ്ഞാൽ, അവന്റെ അടുക്കൽ വീണ് കിടന്നാൽ ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് മറിയക്കറിയാമായിരുന്നു. ലാസറിന്റെ കല്ലറയ്ക്കൽ പോയി കരഞ്ഞാൽ ലാസർ വെളി വരത്തില്ല. രാത്രിയിൽ നീ പ്രശ്നങ്ങളെ നോക്കി കരഞ്ഞാൽ വിഷയത്തിന് മറുപടി വരത്തില്ലെന്നാൽ യേശുവിന്റെ അടുക്കൽ വന്ന് അവന്റെ അടുക്കൽ കാര്യം പറഞ്ഞാൽ നിന്റെ കാര്യം നടക്കും. ഇന്ന് പലരും വിഷയങ്ങളെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക, അതേതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ കിടന്നോട്ടെ, ആ വിഷയം കിടന്നോട്ട്. അതോർത്ത് കരയാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിടുവിക്കാൻ കഴിവുള്ളവന്റെ അടുക്കൽ കവണ് വീണ് കരയണം. ഇവര് വിചാരിച്ചത് അവൾ കരയാൻ പോവുക, ആശ്വസിപ്പിച്ച് മടക്കി കൊണ്ടുവരാൻ വേണ്ടി പോകാന്ന് വിചാരിച്ചത്. പക്ഷേ ഈ മറിയ നേരെ പോയത് യേശുവിന്റെ അടുക്കൽ കരവാൻ വേണ്ടി പോയി. ആ ഗ്രാമം വിട്ട് അതിരെങ്കിൽ ചെല്ലുവാടെത്തുന്നു. ലാസറിന്റെ വീട് വിട്ട് ആ ലാസർ മരിച്ചടക്കുന്ന വീട്ടിൽ നിന്ന് ആ വിലാപാനത് 4 ദിവസം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് മറിയ നടക്കുന്നത്. അവൾ നടക്കുന്നത്. അതുവരെയും ഞാൻ വിചാരിക്കുന്ന അവൾ വീട്ടിൽ തന്നെ ഇരിക്കുക. അതിനു മുമ്പ് അവൾ കരയാൻ പോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്നാൽ ഇവർ വിചാരിച്ചു ഇവൾ എഴുന്നേറ്റത് കരവാൻ വേണ്ടി പോകുന്നത്. കാരണം അതായിരിക്കാം എന്നാ വിചാരിച്ചു. അവിടെ അവളുടെ ദുഃഖത്തിന് ആദ്യം കൊണ്ട് കരവാൻ പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇവൾ എഴുന്നേറ്റ് ആദ്യമായി വീടിന് വെളിയിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ പുറത്തേക്കൊരു ഉദ്ദേശത്തിന് വേണ്ടി, ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി വരുന്നത് യേശുവിൻ്റെ അടുക്കിലേക്ക് അവൾ വരുന്നത്. അവൾ വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവള് ഭൂതകാലത്തെക്കുറിച്ച് പറഞ്ഞു. സഹോദരി പറഞ്ഞ അതേ സെന്റൻസുകളും പറഞ്ഞു. ബാക്കി അവൾക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. എന്താണോ മാർത്ത പറഞ്ഞത് അത് തന്നെയാണ് ആവർത്തിക്കാനുള്ളത്. പക്ഷെ അവളിത് പറഞ്ഞു. ഇപ്പം ബാക്കിയുടെ അത് പറയുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അവൾ പറഞ്ഞത് മാർത്ത പറഞ്ഞ അതേ സെന്റൻസാണ് പറഞ്ഞത്. ഒരുപോലെ പഠിച്ചതാ, ഒരുപോലെ കാൽക്കിരുന്ന് പഠിച്ചതാ. പഠിച്ചപ്പോൾ ഒരുപോലുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. അല്ലാതെ ഭിന്നതയൊന്നും ഉണ്ടായില്ല. അവിടെ പിന്നെ ആവർത്തനം ചെയ്തായിരുന്നത് ഇതൊക്കെ വചനം പഠിച്ചു കഴിഞ്ഞത് ഭിന്നതയായിട്ട് മാറി. പറയുന്നതൊന്ന്, കേൾക്കുന്നതൊന്ന്, ചിന്തിക്കുന്നത് വേറെ രീതിയായി പോകും. പക്ഷെ മാർത്തയ്ക്കും മറിയയ്ക്കും ലാസറിനും പഠിച്ചപ്പോൾ, ലാസർ മരിച്ചു പോയി, മാർത്തയ്ക്കും മറിയയ്ക്കും പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഭിന്നതയൊന്നും ഉണ്ടായില്ല. യേശുവിൻ്റെ വാക്ക് കേട്ടപ്പോൾ ഭിന്നതയൊന്നും ഉണ്ടായില്ല. അവര് ഞാൻ പറഞ്ഞല്ലോ അതേ സെന്റൻസ് തന്നെ ആവർത്തിച്ചു. ഇനിയും സംസാരിച്ചു കഴിഞ്ഞാൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അവർ എഴുതാതിരിക്കുന്നത്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അവൾ കരയുന്നിട്ട് അവൾ പിന്നെ വാക്ക് മുഴുവൻ കഴിയുന്നില്ല. അവൾ കരയുന്നു എന്ന് പറഞ്ഞാൽ ആ സങ്കടം കൊണ്ടും ക്രിസ്തുവിനെ കൊണ്ടുള്ള എന്ന് പറഞ്ഞാൽ ആ ഒരു സന്ദർഭത്തെക്കുറിച്ച് നമുക്ക് വിവരിക്കാൻ പറ്റത്തില്ല. അവൾ കരയാൻ തുടങ്ങി. അവൾ കരയുന്നതും അവളുടെ കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. രാത്രി ഞാൻ സന്ദേശം അവസാനിപ്പിക്കുക. യേശു ചോദിച്ചു, എവിടെയാ അവനെ വെച്ചത്? അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കരച്ചിലിൻ്റെ, ദുഃഖത്തിൻ്റെ, കണ്ണുനീരിൻ്റെ സ്ഥലമായി ബേഥാനി എന്ന ഗ്രാമത്തിൻ്റെ അതിർ മാറുകയാണ്. രാത്രി ഞാനിവിടെ ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ കഥാപരം താമസം വരുന്ന ആഴ്ച എടുക്കാം. എന്നാൽ ഒരു കരച്ചിലിൻ്റെ അതിരിൽ നിന്ന് സന്തോഷത്തിൻ്റെ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാണ് തുറന്നു നടക്കുന്നത്. അതെ, വരും ദിവസങ്ങളിൽ ആ ഒരു യാത്രയിലേക്ക് കർത്താവ് നമ്മെ നയിക്കട്ടെ. എന്ന് അതെങ്കിൽ ഇരുന്ന് കരയുകയാണ്. യേശു ഉള്ളം നൊന്ത് കലങ്ങി. കർത്താവ് അവരോടൊപ്പം കരയുവാനിടയാക്കും. അവനും കണ്ണുനീർ വാർത്തും. വിഷയത്തെക്കുറിച്ച് നമ്മൾ വിഷമിക്കുമ്പോൾ അവനും വിഷമിക്കുന്നുണ്ട്. മനസ്സോടെ അല്ലല്ലോ മനുഷ്യന്മാരെ ദുഃഖിപ്പിക്കുന്നത്. നമ്മളോടൊപ്പം കരയുന്ന കർത്താവ്, ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധി കണ്ടുകൊണ്ട് രാത്രി നമ്മളോടൊപ്പം അവൻ ദുഃഖിക്കുന്നുണ്ട്. അവൻ നമുക്ക് വേണ്ടി കരയുന്നുണ്ട്. അത് നമുക്ക് വേണ്ടി ഇടിവ് നിൽക്കുന്നുണ്ട്. രാത്രി കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം.
അതിൽ നിന്ന് ആ ആ സ്ഥലത്തേക്ക് യേശു എവിടെയാണ് അവനെ വെച്ചത്? എവിടെയാണ് നിന്റെ വിഷയം ഇരിക്കുന്നത്? അവിടേക്ക് യേശു എന്ന് ചോദിക്കുക, എവിടെയാ നിന്റെ വിഷയം? രാത്രി പറയാം, കർത്താവേ, ഇതാണ് വിഷയം, ഇതാണ് എൻ്റെ പ്രശ്നം, ഇതാണ് എൻ്റെ വിഷയം. അവിടേക്ക് കർത്താവിനെ നമുക്ക് ക്ഷണിക്കാം. യേശു ആ വിഷയത്തെ ജയമാക്കി തീർത്ത്, അത്ഭുതമാക്കി തീർത്ത്, മഹത്വം വെളിപ്പെടുത്തുവാൻ പോകുവാൻ കർത്താവ് പ്രവർത്തിക്കട്ടെ. അവൻ്റെ വചനം തുണ നിൽക്കട്ടെ എന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് ഞാൻ ഇന്നത്തെ സന്ദേശ വചന പഠനത്തിന് വിരാമം കുറിക്കുന്നു. കർത്താവ് വരാൻ താമസിച്ച ദൈവത്തിനെങ്കിൽ നമുക്ക് വരുന്ന ആഴ്ചയിൽ സന്തോഷത്തോടെ വീണ്ടും കാണാം. അതുവരെയും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.